Good morning everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. അതുപോലെ വെൽക്കം ടു ബാങ്കേഴ്സ് Adda247 Malayalam channel. നമ്മുടെ രണ്ട് ചാനലിലും സൈമിൾട്ടേനിയസ് ആയിട്ട് ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. നമ്മുടെ ഇൻഡിവിജ്വൽ അനാലിസിസിലേക്കും അതുപോലെ വൊക്കാബുലറി ഡിസ്കഷനിലേക്കും എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസമുള്ള സെഷനാണ്. മൺഡേ ടു ഫ്രൈഡേ ഉണ്ട് സെഷൻ. റെഗുലറായിട്ട് നമുക്ക് വൊക്കാബുലറി പഠിച്ചുവിടാം, ഇൻഡിവിജ്വലിലെ ആർട്ടിക്കിൾ വായിക്കാം, സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം, നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ എബിലിറ്റി, നിങ്ങൾക്ക് ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാനുള്ള അവസരം, അതുപോലെ തന്നെ ഗ്രാമർ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ളൊരു അവസരം, അതുപോലെ തന്നെ ഡെയിലി വേർഡ് പവർ നേടാം, വൊക്കാബുലറി നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതുപോലെ റീഡിംഗ് എബിലിറ്റി, ആർട്ടിക്കിൾ എടുത്ത് വായിക്കുമ്പോൾ റീഡിംഗ് എബിലിറ്റി നിങ്ങളുടെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ്. റെഗുലറായിട്ട് പോകുന്ന സെഷനാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരുപാട് താമസിച്ചു. ഇവിടെ ഫുൾ മഴയും നെറ്റ്വർക്കിന് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാനും കേൾക്കാനും എല്ലാം ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോട്ട് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ടേക്സ് സ്ട്രെങ്ത് ആൻഡ് ബ്രേവറി ടു ഓവർകം എവറിത്തിങ് ദാറ്റ് ഇസ് ഡിസൈൻഡ് ടു ടിയർ യു ഡൗൺ. നമുക്കറിയാം, ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരീക്ഷിക്കാറുണ്ട്. പരീക്ഷണം ഉണ്ട്, ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലൈഫിൽ ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നമുക്ക് അതിജീവിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല സ്ട്രെങ്ത്തും നല്ല എന്താ പറയുക കറേജും വേണം അല്ലേ? നല്ലൊരു ബലം നമുക്ക് അതുപോലെ തന്നെ ആ ഒരു എനിക്കതിനുള്ള കഴിവുണ്ട് എന്ന ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമുക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, ബ്രേവറി ഉണ്ടല്ലോ, അതും വേണം. അതുണ്ടെങ്കിൽ ഈ ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ, സാഹചര്യങ്ങളുണ്ടാവും, ഒരുപാട് ആൾക്കാരുടെ പറച്ചിലും കാര്യങ്ങളും ഒക്കെ നമ്മളെ എന്താണ് പറയുക നെഗറ്റീവ് പഠിപ്പിക്കാം, നമ്മളെ വല്ലാണ്ട് ഷാറ്റർ ആക്കാം. അപ്പോൾ അതൊന്നും ഷാറ്റർ ചെയ്യപ്പെടാതെ, അതിലൊന്നും പെട്ട് ഷാറ്റർ ചെയ്യപ്പെട്ട് പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ട കുറച്ച് ക്വാളിറ്റിയാണ് സ്ട്രെങ്ത് ആൻഡ് ബ്രേവറി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് എന്ന് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് നമ്മുടെ എഡിറ്റോറിയലിലെ ഇന്ന് വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാ എന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഇന്ന് രണ്ട് ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്. നമ്മൾ GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് തുടങ്ങിയിട്ട് 6 വർഷമായി. പക്ഷേ ഈ GST ഇത്ര 6 വർഷമായിട്ടും അതിന് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റിഫോമാണ് നടന്നിരിക്കുന്നത് എന്നൊരു അനലിറ്റിക്കൽ ആർട്ടിക്കിൾ എന്നുണ്ട്. കാരണം പല സെക്ടേഴ്സിലും GST ഒഴിവാക്കിയിട്ട് എന്നാൽ അല്ലാത്ത സെഷൻസിൽ നിർബന്ധമായിട്ടും അത് തുടങ്ങിയതും കാര്യങ്ങളെ പറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഡിമോണിറ്റൈസേഷന് ശേഷം തൊട്ട് പിന്നാലെ GSTയുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കിയ കാര്യങ്ങളെ പറ്റിയും എല്ലാം റിലേറ്റഡ് ആയിട്ടൊരു ആർട്ടിക്കിളാണ് ഇന്ന് വന്നിരിക്കുന്നത് GSTയെ പറ്റി. അപ്പം നിങ്ങൾക്ക് GSTയെ പറ്റി ജസ്റ്റ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. GSTയെ പറ്റിയുള്ള ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് GSTയെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ റിലേറ്റഡ് ടു ദാറ്റ് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് മാത്രം നോട്ട് ഓൺ ചെയ്ത് നോക്കാം. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ആർട്ടിക്കിൾ ഉണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ന്യൂസ് ഉണ്ട്. അത് നമ്മുടെ കർണാടക ഹൈക്കോർട്ടിൻ്റെ റൂളിങ്ങിനെ പറ്റിയാണ്, ഡിസിഷൻ വേർഡിക്റ്റിനെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. ട്വിറ്ററിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട്, പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് എടുത്ത ഒരു തീരുമാനം, ഹൈക്കോർട്ടിൻ്റെ തീരുമാനം, കർണാടക ഹൈക്കോടതിയുടെ ഒരു തീരുമാനത്തെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കത് നോക്കാം, അത് എങ്ങനെയാണ് കാര്യങ്ങൾ, എന്താണ് പ്രശ്നം, അതുപോലെ അതിനെ റിലേറ്റ് ആയ കാര്യങ്ങൾ. അത് വളരെ അനാലിറ്റിക്കൽ ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഈസ് ദി ആർട്ടിക്കിൾ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ നമ്മളിന്ന് ആ ആർട്ടിക്കിളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴയൊക്കെയാണ്, സേഫ് ആയിട്ടിരിക്കുക. അപകടങ്ങളും ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള സമയമാണ്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന മഴക്കാലം. അപ്പോൾ മഴക്കാലത്ത് കുറച്ച് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുക. ഒരുപാട് നല്ല മഴയാണെന്ന് കേട്ടു, അപ്പം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡെയിലി ബേസിസിൽ നിങ്ങൾ ഇതിൻ്റെ എഡിറ്റോറിയലിൻ്റെ വൊക്കാബുലറിയുടെ ക്വസ്റ്റസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ വേർഡ് പവർ എങ്ങനെയുണ്ട്, പഠിച്ചത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഡെയിലി മറ്റ് സബ്ജക്റ്റ് വൈസിൻ്റെ ക്വസ്റ്റസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സാമിൻ്റെ പല എക്സാമുകളുടെ ക്വസ്റ്റസ് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ അനലൈസ് ചെയ്ത് പോകാൻ പറ്റുമെന്ന്. ക്വസ്റ്റസ് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റസ് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് അസ്, ഞങ്ങളോട് ഓരോരുത്തരായിട്ട് ചോദിക്കാം. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് നിങ്ങൾക്ക് ആപ്പിലൂടെ കിട്ടും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്പ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, Adda247 മലയാളം ചാനൽ. അതുപോലെ തന്നെ ബാങ്കേഴ്സ് Adda247 മലയാളം ചാനൽ. നമ്മൾ PYQ സെഗ്മെന്റ്സ്, എക്സാം അനാലിസിസുകൾ, സീരീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസിന്, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയുള്ള ചാനൽസ് ആണ്. ഫോളോ ചെയ്തു പോവുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, കണ്ടൻറ്റൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക, നല്ലൊരു പോസ്റ്റിൽ എത്തിച്ചേരാം. ഓക്കെ, അത് മറക്കണ്ട. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫ്രേസൽ വേർബ്സ് വൺ വേർഡ്സ് ഇഡിയം കേട്ടോ. ഇന്ന് വളരെ കുറച്ച് ഫ്രേസൽ വേർബ് മാത്രമേ ഉള്ളൂ, ആൻഡ് ഇഡിയമേ ഉള്ളൂ, വൺ വേർഡ് ഇല്ല താരം.
എന്നാൽ നമുക്ക് കുറച്ചധികം വേർഡ്സ് ഇന്നുണ്ട് താനും. അപ്പോൾ കുറച്ചധികം സമയം നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് വളരെ സിമ്പിളായ ഒരു ഫ്രേസാണ്. നമ്മൾ കേട്ട് പരിചയമുള്ള ഫ്രേസിൽ വേർബാണ് സെറ്റ് ഔട്ട് ചെയ്യുക. സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയില്ല. നമ്മളൊരു യാത്ര ആരംഭിക്കുക എന്നർത്ഥം തന്നെയാണ് സെറ്റ് ഔട്ടിനും. സെറ്റ് ഓഫിനും സെറ്റ് ഔട്ടിനും സെയിം മീനിങ് ആണ്. സ്റ്റാർട്ട് എ ജേർണി. ഒരർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രേസൽ വേർബിന് 4 വിവിധ അർത്ഥങ്ങൾ വരാറുണ്ട്. അപ്പം വേറൊരു അർത്ഥം സെറ്റ് ഔട്ട് എ പ്ലാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ യു ബിഗിൻ ടു കണ്ടക്ട്, യു ബിഗിൻ ടു ക്യാരി ഔട്ട്, ഓർ യു ബിഗിൻ ടു കണ്ടക്ട് എ പ്ലാൻ. ഒരു പ്ലാൻ നടപ്പിലാക്കുക, അതിനെ നമുക്ക് സെറ്റ് ഔട്ട് എന്ന് പറയാം. ഓക്കെ, അതൊരു കാര്യം നടപ്പാക്കുന്നതിന്, ഒരു പ്ലാൻ പോലെ ഒരു കാര്യം നടപ്പാക്കുന്നതിന് നമുക്ക് സെറ്റ് ഔട്ട് എന്ന് പറയാം. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് എ ജേർണി ഉണ്ട്. രണ്ടാമത്തെ കാര്യം യു ബിഗിൻ ടു സ്റ്റാർട്ട് എ പ്ലാൻ ഓർ ബിഗിൻ ടു കണ്ടക്ട് എ പ്ലാൻ. കണ്ടക്ട് എ പ്ലാൻ, ഒരു പ്ലാൻ കണ്ടക്ട് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ആരംഭിക്കുന്നു, അതിന് നമുക്ക് സെറ്റ് ഔട്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ 2 അർത്ഥങ്ങൾ സെറ്റ് ഔട്ടിനുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിച്ചോളാം. അടുത്ത ഫ്രേസൽ വേർബ് സോർട്ട് ഔട്ട് ചെയ്യാം. യു ഹാവ് ടു സോർട്ട് ഔട്ട് യുവർ subjects, or you have to sort out your strengths. You have to sort out your strengths and weakness എന്ന് കേട്ടിട്ടുണ്ടോ? സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം അറേഞ്ച് ചെയ്യുക, അടുക്കുക, അല്ലെ, ഒരു കാര്യം അടുക്കി വെക്കുക, നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഒരു കാര്യം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ സോർട്ട് ഔട്ട് ചെയ്യുക എന്ന് പറയും. എന്നാൽ അതേ സമയത്ത് സോർട്ട് ഔട്ട് ചെയ്യുക, ലെറ്റ് മീ സോർട്ട് ഇറ്റ് ഔട്ട്, ഞാനൊന്ന് സോർട്ട് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അത് ഞാനൊന്ന് റിസോൾവ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം, അല്ലെ, ഒരു ഇഷ്യൂ, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ മാത്സ് പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യുന്നൊക്കെ പറയും. സോർട്ട് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നതിന് റിസോൾവ് ചെയ്യുക, ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോണം, സോർട്ട് ഔട്ടിന് 2 അർത്ഥമുണ്ട്. ഒന്ന് റിസോൾവ് ചെയ്യാന്നുണ്ട്, അതേപോലെ അറേഞ്ച് ചെയ്യുക എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് പല അർത്ഥങ്ങളുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക കേട്ടോ. എല്ലാവരും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം കേട്ടോ. എല്ലാവരും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം. ഉഷാർ തന്നെയാണല്ലോ അല്ലേ? സെന്റൻസുകൾ പോരട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് സെന്റൻസ് പോരട്ടെ. അപ്പോൾ അതാണ് സോർട്ട് ഔട്ട്, സെറ്റ് ഔട്ട്, സോർട്ട് ഔട്ട് ഓർത്തിരിക്കുക. 2 ഫ്രേസൽ വേർബ്. അടുത്തത് ഇഡിയമാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു സോർട്ട് ഇറ്റ് ഔട്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് സെന്റൻസ്. അടിപൊളി അനുഭവം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അതുപോലെ ഫോൾ ഇൻ ലൈൻ. എന്താണ് ഫോൾ ഇൻ ലൈൻ? നമ്മൾ പറയില്ലേ ഇൻ ലൈൻ വിത്ത് സംതിങ് എന്ന് പറയില്ല, അതായത് ഇൻ അക്കോർഡൻസ് വിത്ത് സംതിങ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? സെയിം മീനിങ്ങിൽ ഒരു സാധനമാണ് ഫോൾ ഇൻ ലൈൻ. സംതിങ് ഫോൾ ഇൻ ലൈൻസ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കൺഫേം വിത്ത് സംതിങ്, ഒരു കാര്യത്തോട് ചേർന്ന് നിന്ന് പോകുന്നത് എന്നാണ് അർത്ഥം. മറ്റ് കാര്യങ്ങളോട് കൂടി മറ്റൊരോട് കൂടി ചേർന്ന് നിന്ന് പോകുന്നത് എന്നാണ് ഫോൾ ഇൻ ലൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. ഫോൾ ഇൻ ലൈൻ ഒരു ഇഡിയമാണ് കേട്ടോ, അത് ഓർത്ത് വെച്ചോളൂ. ഇവിടെ നമ്മുടെ 2 ചാനലും പോകുന്നുണ്ട്. അനുപമ നമ്മുടെ ബാങ്കേഴ്സ് അഡ ചാനലിലും പോകുന്നുണ്ട്. ഇപ്പോൾ അനുപമ ഇരിക്കുന്നത് ബാങ്കേഴ്സ് അഡ 24/7 മലയാളത്തിലാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ചാനലിലും നമ്മുടെ ക്ലാസ് പോകുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ 2 ക്ലാസ്സിലായിട്ട് പോകുന്നുണ്ട്. അതാണ് ഇവിടെ ആൾക്കാർ കുറവ്, അവിടെ ആൾക്കാർ കൂടുതലും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് സീ. അപ്പോൾ അടുത്ത സെന്റൻസ് നോക്കട്ടെ. ഐ സെറ്റ് ഔട്ട് ടു മൂന്നാർ. ദാറ്റ്സ് ഗ്രേറ്റ്. ഐ വോണ്ട് ടു സോർട്ട് ഔട്ട് ദ എക്സാം പേപ്പേഴ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഗുഡ് മോർണിംഗ്. ദസേ ഡിഫറൻസ് ബിറ്റ്വീൻ സോൾവ് ആൻഡ് റിസോൾവ്. സെയിം മീനിങ് ആൻഡ് ഓപ്പണൈസ്. സോൾവും റിസോൾവ് ചെയ്യുക സെയിം മീനിങ് ആണ്. സോൾവ് ചെയ്യാനും റിസോൾവ് ചെയ്യുക ഒരേ മീനിങ് ഉള്ള വാക്കുകൾ കേട്ടോ. റിസൊല്യൂഷൻ, സൊല്യൂഷൻ എന്നൊക്കെ പറയില്ലേ, സെയിം സാധനങ്ങളാണ്. അടുത്ത് നോക്കുക, സെറ്റപ്പ് ചെയ്യാം. യു നോ വാട്ട് സെറ്റപ്പ് ഇസ്? എസ്റ്റാബ്ലിഷ് ചെയ്യുക, ബിൽഡ് ചെയ്യുക, അല്ലെ, ഇറക്റ്റ് ചെയ്യുക, അതിനൊക്കെ നമുക്ക് എന്താ പറയാം? സെറ്റപ്പ് ചെയ്യാം അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ നീഡ് ടു സെറ്റപ്പ് എ ടെൻറ്റ് ഫോർ മൈ ക്യാമ്പ്. ക്യാമ്പിന് വേണ്ടി ഒരു ടെൻറ്റ്, നമ്മൾ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ ടെൻറ്റൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇറക്റ്റ് ചെയ്തിട്ട് അതിലല്ലേ കിടക്കണം. അപ്പം അതിനെ സെറ്റപ്പ് ചെയ്യാന്ന് പറയും. അല്ലാതെ ബിൽഡ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സെറ്റപ്പ് എ ഫൗണ്ടേഷൻ, സെറ്റപ്പ് എൻ ഓർഗനൈസേഷൻ, സെറ്റപ്പ് എ മിഷൻ എന്നൊക്കെ പറയും. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അർത്ഥം കൂടെ സെറ്റപ്പിനുണ്ട്. 2 അർത്ഥം ഉണ്ടല്ലോ, അത് ഓർത്ത് വെച്ചോളാം. And my brother set out to Singapore. That's great. The government set out new clinics to sort out the health issues related with Alanita. Related to related to rainy seasons. Okay. Havamola, good morning. She sets out to UK to set up a company. That's great. Shiny, good morning. I set up a new study room. Yes, that's great. That is great. All right. അപ്പോൾ നമുക്ക് ഓർത്ത് വെച്ചോണം, നമ്മുടെ കൂടെ ഈ വാക്കുകൾ ഫ്രേസൽ വേർബ് കാണുമ്പോൾ ഓർത്തോണം, കോണ്ടെക്സ്ച്വൽ ആയിട്ട് നിങ്ങൾ അതിൻ്റെ മീനിങ് കണ്ടെത്താൻ ശ്രദ്ധിക്കാം. കാര്യം കോണ്ടെക്സ്ച്വലി ഇതിന് 4 മീനിങ്ങോളം വരാറുണ്ട് നമ്മുടെ ഫ്രേസൽ വേർബുകൾക്ക്. അതൊന്ന് മനസ്സിലുണ്ടായിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലീൻ ആൻഡ് ക്ലിയർ ഐ ഗസ്. അപ്പോൾ സെൻറ്റൻസ് വേഗം പോരണോട്ടെ കേട്ടോ. നിങ്ങളുടെ സെൻറ്റൻസ് വേഗം പോന്നോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ്, ഒരുപാട് വേർഡ്സ് ഉണ്ട്. നമുക്ക് ഇന്ന് വേർഡ്സിലോട്ട് പോകണം. സോ ലെറ്റ്സ് മൂവ് ടു ദ വേർഡ്സ് as well. ഓക്കെ അല്ലേ? അപ്പോൾ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ഉഷാറായിക്കേ, പെട്ടെന്ന് സെൻറ്റൻസ് ഒക്കെ വരട്ടെ. അതുപോലെ എന്ത് പറ്റി? മഴ ആയതുകൊണ്ടാണോ? തണുപ്പം മറ്റെല്ലാവർക്കും ഉഷാറായിട്ട് വരട്ടെ. അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്താണ് എജു ചാനൽ കയറണം എന്ന് ഇപ്പോൾ ഡൗട്ട് ആയുള്ളൂ. ഏത് ചാനലിൽ കയറണം എന്ന് ഡൗട്ടായെന്ന്? 2ലും കയറിക്കോ.
അല്ലേ? ഇടയ്ക്ക് അതിൽ കയറുക, കുറച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് കയറുക, അങ്ങനെ മാറി മാറി കയറിക്കോ. ദിസ് വാസ് എ പ്ലേസ് വെർ ഐ സെറ്റ് ഔട്ട് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാം. ഓൾ റൈറ്റ്. Set out 4 competitive exam. Off alla, set out 4 competitive exam anyway. They set up their new venture. That's great. Alright. അപ്പം അതാണ് നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സെറ്റ് ഔട്ട് ആണെങ്കിലും സോർട്ട് ഔട്ട് ആണെങ്കിലും ഫോൾ ഇൻ ലൈൻ ആൻഡ് സെറ്റപ്പ് ആണെങ്കിലും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫ്രേസൽ വെർബുകളൊക്കെ തന്നെയാണ്. പുതിയതായിട്ടൊന്നും നമ്മളിവിടെ പഠിച്ചിട്ടുമില്ല അല്ലേ? എനിക്ക് നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു നെറ്റ് ഇറങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചിട്ട് പുതിയതായിട്ടൊന്നും നമ്മളിവിടെ പഠിച്ചിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്, ക്ലിയർ ഐ ഗസ്. നമുക്ക് പോവാം അടുത്ത സെറ്റിലോട്ട്. നമുക്ക് നൗണിലോട്ട് പോട്ടോ. നമ്മുടെ സിനോണിംസ് ആന്റോണിംസിലോട്ടൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ബാച്ച് 6ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. സ്റ്റോറിൽ അവൈലബിൾ ആണ്. 10ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എക്സാം അറിയാലോ, എക്സാമിൻ്റെ ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലില്ല. അപ്പോൾ നമുക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട്. 2400 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. 2240 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടെ അവൈൽ ചെയ്യാം. ക്ലാസ്സുകൾ കിട്ടാൻ Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. Y314 എന്ന കോഡ് യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡിസ്കൗണ്ടോട് കൂടി യൂസ് ചെയ്യാം. അതുപോലെ LSGSൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഈ ഗസറ്റഡ് പോസ്റ്റിലോട്ട് വേണ്ടി പഠിക്കുക, ഉഷാറായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരിക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്, ടെലിഗ്രാം ചാനൽ, അതുപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ അടങ്ങുന്ന ഒരു മെൻ്റൽ സപ്പോർട്ടൊക്കെ ഉള്ളൊരു കമ്പൈൻഡ് ബാച്ച് ഉണ്ട്. ഈ ബാച്ചിന് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ ആരംഭിച്ച് മാരത്തോണൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നില്ല. 2240 രൂപയ്ക്ക് ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് കോഴ്സ് അവൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ LDC 2024 വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. 6 മാസത്തെ കോഴ്സാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. എല്ലാ എക്സാമിനും നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോകണം കേട്ടോ. അത് ഡെയിലി ബേസിസ് തന്നെ പഠിച്ചു പോവുക. ഒരു ദിവസം പഠിക്കുന്നില്ല, അല്ല കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ സംഭവം ഭയങ്കര ബാക്കൗട്ടായി പോകും നമ്മൾ. കാരണം വെച്ചാൽ ഒരുപാട് പേര് നമ്മളെപ്പോലെ കോമ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിന് ഉഷാറായിട്ട് തന്നെ കാണുക. നമ്മുടെ കോഴ്സ് 2240 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ മറക്കണ്ട. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ എന്തായാലും ആരംഭിച്ചു. ലൈവും ഉണ്ട്. അതുപോലെ തന്നെ ആ ക്ലാസ്സുകൾക്ക് ശേഷം ഒരു 3-4 മണിക്കൂർ ശേഷം അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ റെക്കോർഡ് വേർഷൻ കണ്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. റിവിഷൻ ആയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മുന്നോട്ട് പോയാലോ. നമ്മുടെ സിനോണിംസ് ആന്റോണിംസിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ വാക്ക് ത്വാട്ട് ചെയ്യുക. ത്വാട്ടിങ് എന്നാണ്. ത്വാട്ടിങ് ട്വിറ്റർ എന്നാണ് ഇന്നത്തെ ടൈറ്റിൽ തന്നെ. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ആർട്ടിക്കളുടെ ടൈറ്റിൽ തന്നെ ത്വാട്ടിങ് ട്വിറ്റർ എന്നാണ്. ത്വാട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യുക എന്നാണ്. ഹിൻഡർ ചെയ്യുക, ഒബ്സ്ട്രക്റ്റ് ചെയ്യുക, തടുത്ത് നിർത്തുകയാണ്. അപ്പോൾ യു ആർ ഫ്രസ്ട്രേറ്റിംഗ് സംബഡി ഓർ ഫോയിലിംഗ് സംബഡി. അതാണ് ത്വാട്ട് ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം. ത്വാട്ട് ഈസ് എ വേർബ്, ഓർത്ത് വെച്ചിരുന്നൊരു വേർബാണ്. അർത്ഥം ഇതാണ്: പ്രിവെൻറ്റ് ചെയ്യുക, ഹിൻഡർ ചെയ്യുക, ഒബ്സ്ട്രക്റ്റ് ചെയ്യുക, ഫ്രസ്ട്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയാൻ പറ്റും. അതാണ് നമ്മൾ ത്വാട്ട് ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് വായിച്ചിട്ട് ബാക്കിയുള്ളതിലോട്ട് പോകാതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, let me see. അപ്പോൾ രണ്ടല്ല ലൈക്ക് അടിക്കുക, അത് ശരിയാ. He set out to his house, friend's house to sort out the problems between them. That's great. He's very expert to sort out psychological problems. That's great. ബാങ്കർ സ്റ്റാളിൽ കയറിയപ്പോൾ നിങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ ഗോയ്സ് അല്ലേ? It's good to set up an individual room for children to play. That's great, Anita. Good morning, Nandana. It was raining heavily, but he set out undeterred. That's great. അവിടെ സെറ്റ് ഔട്ട് അൺഡിറ്റേർഡ് അറിയില്ല. അൺഡിറ്റേർഡ് എന്തായി? അഡ്ജക്റ്റീവാണ്. നമ്മൾ സെറ്റ് ഔട്ട് എന്ന വെർബിനെ സെറ്റ് എന്ന വെർബിനെ ക്വാളിഫൈ ചെയ്യുമ്പോൾ അൺഡിറ്റേർഡ്ലി എന്ന് കൊടുക്കണം. LY കൊടുക്കണം അവിടെ. യുവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ നോട്ട് ഫോളോയിങ് ഇൻ ലൈൻ വിത്ത് ദ കമ്പനി റൂൾസ്. ദാറ്റ്സ് ഗ്രേറ്റ് അമല. PM's proxy sought out his foreign trips to fall in line ഓഫ് അല്ലടാ, fall in line with visiting countries decision. fall in line with countries decisions കേട്ടോ. visiting countries decisions അവിടെ ഓഫ് കൊടുക്കരുത്, അത് മാത്രമേ ഉള്ളൂ. She plans to sort out groceries in kitchen. That's great. Good morning, Anaga. He took leave from the job for setting up a new venture. That's great. Teacher fall in line with students about today's holiday. Teacher fall in line അല്ല, teacher falls in line എന്ന് കൊടുക്കുക. കാര്യം അതിന് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ അല്ലേ? അപ്പോൾ ടീച്ചർ സിംഗുലറാ, അല്ലെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് കൊടുക്കുക. ടീച്ചർ ഫെൽ ഇൻ ലൈൻ എന്ന് കൊടുക്കണം. ഓക്കെ, ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് എറർ വരുന്നൊരു ഭാഗമാണ് നമ്മുടെ കോൺകോഡ്. കോൺകോഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ ബേസിക് സാധനം, സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ സബ്ജക്റ്റ് ബ്ലൂർ അല്ലെങ്കിൽ വേർബ് ബ്ലൂർ കൊടുക്കാം. ദാറ്റ്സ് ഓൾ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്ര സിമ്പിളാണ് കാര്യം. അപ്പോൾ അതൊന്ന് ഉഷാറായിട്ട് ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ ബാക്കി കൂടുന്നോളും. ഓൾ റൈറ്റ്, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നൗ. അടുത്തോട്ട് നോക്കാം. റൂളിംഗ്.
എന്താണ് റൂളിംഗ് എന്ന വാക്ക്? റൂളിംഗ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. രണ്ടർത്ഥമുണ്ട്. ഒന്ന് അഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, റൂളിംഗ് ഗവൺമെന്റ്, സോവറിൻ ആയിട്ടുള്ള ഗവൺമെന്റ്, അല്ലെ, റൂളിംഗ് ആയിട്ട്, റെയിനിങ് ആയിട്ടുള്ള എന്നൊക്കെ പറയും. ഇപ്പൊ ഭരിക്കുന്ന എന്ന് പറയില്ലേ, അതാണ് സോവറിൻ അല്ലെങ്കിൽ റെയിനിങ് എന്നൊക്കെ അർത്ഥം നമ്മൾ പറയും. ഓക്കെ. എന്നാൽ റൂളിങ്ങിന് ഒരു നൗൺ ഉണ്ട്. കോർട്ടിന്റെ റൂളിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഡിസിഷൻ, പ്രൊനൗൺസ്മെന്റ്. കോർട്ടിന്റെ തീരുമാനം, അല്ലെ, വിധി, ഡിസിഷൻ, പ്രൊനൗൺസ്മെന്റ് റൂളിംഗ് എന്ന് പറയാൻ പറ്റും. അതും റൂളിംഗ് ആണ്, അല്ലെ. അപ്പൊ രണ്ട് റൂളിംഗ് ഉണ്ട്, ഓർത്ത് വെച്ചോളം. അത് നമുക്ക് പുതുമയൊന്നുള്ള കാര്യമല്ല, വളരെ കോമൺ ആയിട്ടൊരു വാക്കാണത് റൂളിംഗ് എന്ന വാക്ക്. നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അടുത്ത വാക്ക് സ്പേറ്റ് ആണ്. സ്പേറ്റ്, സ്പാറ്റ് അല്ല, സ്പേറ്റ്. സ്പേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. സീരീസ്, ഒരു നിര, അല്ലെ. ഇറ്റ്സ് എ റോ, ഇറ്റ്സ് എ ക്ലസ്റ്റർ, സക്സഷൻ, സ്പ്രിംഗ്, വേവ്, അതിനെ സ്പേറ്റ് എന്ന് പറയാം. സീരീസ് ആയിട്ടുള്ള ഒരു കാര്യം, സക്സഷൻ ആയിട്ടുള്ള ഒരു കാര്യം, സ്പേറ്റ് ഓഫ് ഐഡിയോളജീസ്, സ്പേറ്റ് ഓഫ് യൂണിയൻസ്, സ്പേറ്റ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയാം. സീരീസ് ഓഫ് സ്പേറ്റ് ഓഫ് സ്റ്റോറീസ് എന്നൊക്കെ പറയാം. അതാണ് സക്സഷൻ, അല്ലെങ്കിൽ ക്ലസ്റ്റർ, സ്പ്രിംഗ്, അല്ലെങ്കിൽ വേവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വാക്കാണ് സ്പേറ്റ് എന്ന നൗൺ. ഓർത്ത് വെച്ചോ. അടുത്ത വാക്ക് അഡ്ജക്റ്റീവ് ആണ്, ഡിസ്കൺസേർട്ടിങ്. എന്താണ് ഡിസ്കൺസേർട്ടിങ് എന്ന വാക്കിന് അർത്ഥം? ഓൾറെഡി ഓർത്ത് വെച്ചോളൂ. ഡിസ് എന്ന വാക്ക് വരുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വാക്കാണെന്ന് ഓർത്തോളൂ. ഒരു നെഗറ്റീവ് പ്രിഫിക്സ് അവിടെ കൊടുത്തേക്കുന്ന, തുടക്കത്തിൽ കൊടുത്തേക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് പ്രിഫിക്സ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്കറിയാം ആ വാക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന്റെ സിനോണിംസ് വരുമ്പോൾ ഉറപ്പായിട്ടും അത് നെഗറ്റീവ് വരണം. ആന്റണിംസ് വരുമ്പോൾ പോസിറ്റീവ് വരണം. സോ ഡിസ്കൺസേർട്ടിങ് മീൻസ് അൺസെറ്റിലിംഗ്, ഒട്ടും സെറ്റിലിംഗ് അല്ലാത്ത, തീരുമാനമാകാതെ നമ്മളിങ്ങനെ മനസ്സിങ്ങനെ ഇട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെ ആകെപ്പാട് ഡിസ്റ്റർബ് ചെയ്യുന്നൊരു കാര്യം, ദാറ്റ് ഇസ് ഡിസ്കൺസേർട്ടിങ്. ആകെപ്പാട് നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം, അൺനെർവിംഗ് ആയിട്ടുള്ളൊരു കാര്യം, പെർട്ടർബിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അതിനെ നമ്മൾ വിളിക്കുന്നത് ഡിസ്കൺസേർട്ടിങ്. കോമൺ ആയിട്ട് സാധനമാണ്, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. ഡിസ്കൺസേർട്ടിങ് എന്ന വാക്കിന്റെ അർത്ഥം അൺസെറ്റിലിംഗ്, അല്ലെങ്കിൽ അൺനെർവിംഗ്, പെർട്ടർബിംഗ്, അല്ലെങ്കിൽ ഡിസ്റ്റർബിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ സെന്റൻസുകളോട് വായിക്കട്ടെ കുറച്ച്. The hospital authorities decided to set out a blood donation campaign. That's great. The mom pretended illness to throughout the journey of her son. അടിപൊളി. സീരിയൽ സിനിമയൊക്കെ പോലെ ഇരിക്കുന്ന. The principal sort out അല്ലല്ലോ അതിരാതെ, വീണ്ടും the principal sorts out കൊടുക്കണം. കാരണം പ്രിൻസിപ്പൽ സിംഗുലർ അല്ലേ, അപ്പൊ sorts out എസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക, sorted out എന്ന് കൊടുക്കുക. കാര്യം സബ്ജക്ട് സിംഗുലർ, വെർബ് സിംഗുലർ വേണം. സെയിം സാധനം, നേരത്തെ പറഞ്ഞ അതേ സാധനം. His actions are falling in line with his conditions. That's great. Police swats, ലക്ഷ്മി, police എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആണ്. എപ്പോഴും അതിനോട് പ്ലൂറൽ വേർബ് ഇട്ട് കൊടുക്കുക. police twats അല്ല, police twat her from entering the room. കേട്ടോ? sorting out of medicines quite ഡിഫിക്കൽട്ട് ടാസ്ക്. തെറ്റി അവിടെ. ക്വയറ്റിന്റെ ക്വയറ്റ് മാറിപ്പോയതുകൊണ്ടോ? ഈ ക്വയറ്റ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും തെറ്റുന്നൊരു കാര്യമാണ് ഇത്. ഈ ക്വയറ്റ് ഉണ്ടല്ലോ, QUITE, ക്വയറ്റ് ആണ് അഡ്വേർബ്. അത്യാവശ്യം എന്ന് പറയില്ലേ, ഇറ്റ്സ് ക്വൈറ്റ് അമേസിങ്, ഇറ്റ്സ് പ്രിറ്റി അമേസിങ്. അത്യാവശ്യം എന്നുള്ള അർത്ഥത്തിലാണ്. അത്യാവശ്യം അമേസിങ് ആണ്, പ്രിറ്റി അമേസിങ്, ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ, ഇറ്റ്സ് ക്വൈറ്റ് എ സിമ്പിൾ ടാസ്ക് എന്നൊക്കെ പറയില്ലേ, ആ ക്വയറ്റ്. എന്നാൽ അതേ സമയത്ത് ഈ ക്വയറ്റ് ഇല്ലേ, QUIET, ക്വയറ്റ് നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ക്വയറ്റ്. ഇതിന്റെ അർത്ഥം സൈലൻസ്, അല്ലെങ്കിൽ സൈലന്റ്, അതില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്വയറ്റ്. മറ്റേത് ഞാൻ മാറിപ്പോയ അഡ്വേർബ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞതും അഡ്വേർബ്, പക്ഷേ എഴുതിയപ്പോൾ അഡ്ജക്റ്റീവ് കിട്ടും. അഡ്വേർബ് ആണ് ക്വയറ്റ്. QUITE ക്വയറ്റും ഉണ്ട്, മറ്റേത് QUIET ക്വയറ്റ്. രണ്ടും ക്വയറ്റ് എന്നാണ് അർത്ഥം. ഓർത്ത് പ്രൊനൗൺസിയേഷൻ, പക്ഷേ മീനിങ് വ്യത്യാസം, സ്ട്രക്ചറും വ്യത്യാസം. ഓർത്ത് വെച്ചോ. അപ്പോൾ ഹരിത ഇവിടെ കൊടുക്കേണ്ടത് ആദ്യത്തെ ക്വയറ്റ്, QUITE ഇങ്ങനെ കൊടുക്കണം. സോർട്ടിംഗ് ഔട്ട് ഓഫ് മെഡിസിൻസ് ഈസ് ക്വൈറ്റ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ആ ക്വയറ്റ് എന്ന അഡ്വേർബിന് ശേഷമാണ് നമ്മൾ ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കുക. ക്വൈറ്റ് എ ഡിഫിക്കൽട്ട് ടാസ്ക്, കേട്ടോ? അങ്ങനെ ഇട്ട് കൊടുക്കണേ. അതൊരു യൂസേജ് കറക്റ്റായിട്ട് ഓർത്ത് വെക്കാം. യു ആർ ക്വൈറ്റ് എൻ അമേസിംഗ് പേഴ്സൺ എന്ന് പറയുന്നത് ആ സാധനം. He died in police custody as part of the intrigue of the ruling party. That's great. We need to thwart all rival or viral diseases in this rainy season. Yes. They set out in the morning, but their journey thwarted on the way due to raining cats and dogs. That's great. Why did you thwart his ruling? That's great. You need to, അല്ല, ഹിസ് റൂളിംഗ് പറയരുത്. കാര്യം റൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡിസിഷൻ ആണെങ്കിൽ പോലും അത് നമ്മൾ കോർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ലീഗൽ വൊക്കാബുലറിൽ പറയുന്നതാണ് റൂളിംഗ്. നമ്മൾ നോർമലി നമ്മുടെ ഒരു ഡിസിഷൻ, നമ്മുടെ ഒരു തീരുമാനത്തിന് ഒരിക്കലും, ചോയ്സ് ഡിസിഷൻ ഒരിക്കലും നമ്മൾ റൂളിംഗ് എന്ന് പറയില്ല, കേട്ടോ അനുപമ? അത് എന്ത് പറയും, ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് വേർഡ് ആയിപ്പോയി.
നമ്മുടെ ഡിസിഷൻ അപ്പം ഒരു മനുഷ്യൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുമ്പോൾ നോർമലി അതിനെ ചോയ്സ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ മതി, അല്ലാതെ അതിൽ കയറി റൂളിംഗ് എന്ന് കൊടുക്കരുത്. കോർട്ടിൻ്റെ അതല്ല ലീഗൽ ടേമിലാണ് റൂളിംഗ് പറയാം കേട്ടോ. യു നീഡ് ടു ട്വീക്ക് യുവർ അപ്രോച്ച് ഇൻ ഓർഡർ ടു thwart the idiosyncrasies. Great. I fall in line with my friend to set out for the SSC exam. That's great. She thoughts were from social media tag. That's great. A spate of events are planned in connection with Azadika Amrit Mahotsav. Yes. Central government tries to thwart internal aggression of Manipur. All right. It's quite disconcerting that the ruling of the court is biased to one side. Yeah. She thwarted me from making mistakes. That's good. A spate of tournament is on the way. Great. Government needs to be complying with human rights where it's എന്താണ് അപ്പസ്ട്രോഫിയുടെ ആവശ്യം എന്താ? ഇറ്റ് കഴിഞ്ഞ വേർ ഇറ്റ് ഈസ് പ്രീച്ചിങ് എന്ന് കൊടുത്തു. ഇറ്റ്സ് പ്രീച്ച് എന്ന് കൊടുക്കില്ല. പ്രീച്ച് നൗണല്ല, വേർബ് മാത്രമേ ഉള്ളൂ. സ്പേറ്റ് ഓഫ് എക്സാംസ് ആർ ദെയർ ടു അറ്റൻഡ്. ഓക്കെ, ദെയർ ടു അറ്റൻഡ് അങ്ങനെ കൊടുക്കില്ല. സ്പേറ്റ് ഓഫ് എക്സാംസ് ആർ ദെയർ ടു ബി അറ്റൻഡ്. അറ്റൻഡ് ചെയ്യപ്പെടുവാൻ ഒരുപാട് എക്സാംസ് ഉണ്ട് എന്ന് കൊടുക്കണം. ടെൻറ്റ സ്പേറ്റ് ഓഫ് എക്സാംസ് ആർ ദെയർ ടു ബി അറ്റൻഡഡ് എന്ന് കൊടുക്കും കേട്ടോ. The spate of sexual abuse is increasing in Kerala day by day due to lack of proper punishment. Yes. നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിയമത്തിന് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ആർക്കും എന്തും ചെയ്ത് രക്ഷപ്പെട്ട് ഊരിപ്പോരാന്നൊരു ധൈര്യമായി. He always riles her up on so she hesitates to render countenance for him. That's great. She is disconcerted till getting the countenance from the authority. ഈ മെറ്റീരിയൽ കിട്ടുമോ? കിട്ടും. കാർത്തിക് ഒരു കാര്യം ചെയ്താൽ മതി, എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യും. മെറ്റീരിയൽ എല്ലാ ദിവസവും ഇതിൻ്റെ മെറ്റീരിയൽ കുറേ നാളുകളായല്ലോ, വർഷങ്ങളായി ഇതിൻ്റെ മെറ്റീരിയൽ നമ്മുടെ ടെലിഗ്രാം, വർഷമായിട്ടില്ലായിരിക്കും, ഐ മീൻ 8 months ഒക്കെ ആയി കാണുമായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ചാനൽ, എൻ്റെ ടെലിഗ്രാം ചാനലുണ്ട് കേട്ടോ, ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി കാർത്തിക്. ഞാൻ എൻ്റെ നോട്ട് PDF എപ്പോഴും അപ്ലോഡ് ചെയ്യും, എല്ലാ ക്ലാസ്സുകളുടെയും PDFs അപ്ലോഡ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു. ഓക്കെ, ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ടെലിഗ്രാം ചാനലാണ്. A piece of log thwarted the flow of water. That's great. സ്പേറ്റ് ഒന്നുകൂടിയോ? സ്പേറ്റ് എന്ന് പറഞ്ഞാൽ എടാ ഒരു ചെയിൻ ഓഫ് സംതിങ് ആണ്, സീരീസ് അല്ലെങ്കിൽ ഒരു ചെയിൻ, ഒരു ക്ലസ്റ്റർ, ഒരു ഗ്രൂപ്പ്, ഒരു സ്പ്രിങ്, ഒരു വേവ് അല്ലേ എന്ന് പറയില്ലേ, ഒരു എന്താ പറയുക, ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്ന കാര്യമില്ലേ, അതിനെയാണ് സ്പേറ്റ് എന്ന് പറയാം. സീരീസ്, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, അങ്ങനെ. അതാണ് ഗുരുദാസെ. ഐ ഹാവ് എ സ്പേറ്റ് ഓഫ് എക്സാംസ് ടു അറ്റൻഡ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഹി മിസ്ഡ് മോസ്റ്റ് ഓഫ് ദ സീസൺ വിത്ത് എ സ്പേറ്റ് ഓഫ് ഇഞ്ചുറീസ്. Okay. She's disconcerting with her father-in-law's behavior. All right, that's great. The ruling of the court coerces heretic people to flock against. To flock, or flock verb allallo. Flock a verb allallo against a mandate. No, but a flock verb aanu enikku. Flock is a noun, but I don't think so. Okay, to flock against. Flock. Birds കൂടി ചേർന്നതിന്, ലൈക്ക് ബേർഡ്സ് കൂടി ചേർന്ന പോലെ എന്നുള്ള അർത്ഥത്തിലാണോ നീ ഇത് ഉദ്ദേശിച്ചേക്കുന്നെങ്കിൽ ഇറ്റ്സ് റൈറ്റ്. അല്ലാതെ നമ്മൾ ഫ്ലോക്ക് പറയില്ല. അഗൈൻസ്റ്റ് മാൻ, ടു ഫ്ലോക്ക് അഗൈൻസ്റ്റ്, അതാണോ നീ ഉദ്ദേശിച്ചത്? പിന്നെ ഉദ്ദേശിച്ചത് അതാണോ? The heavy rain is a disconcerting issue for the people. Great. A spate of vehicles are following the CM's car. All right. The realization of the incumbent situation, the apostate is accused of apotheosized human because of overwhelming delusion. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ദ റിയലൈസേഷൻ ഓഫ് ഇൻകമൻ, ആഫ്റ്റർ റിയലൈസിങ് ദ ഇൻകമൻ സിറ്റുവേഷൻ, അങ്ങനെ വേണ്ട കൊടുക്കാൻ, അല്ലാതെ വെറുതെ അത് കൊടുത്ത് കോമ കൊടുത്തിട്ട് കാര്യമില്ല. ഇവനു ഡിസ്കൺസേർട്ടിംഗ് ഇഷ്യൂസ് ഓഫ് അറ്റ് മണിപ്പൂർ ഫോഴ്സ് ഗവൺമെന്റ് ടു മേക്ക് എ റൂളിംഗ്. ഓൾ റൈറ്റ്. ഷി ഫേസ്ഡ് എ സ്പേറ്റ് ഓഫ് പ്രോബ്ലംസ് ഇൻ എ ലൈഫ്. കൂട്ടം കൂടുതൽ തന്നെയാണോ ഉദ്ദേശിച്ചത്? അന്നേ ഫ്ലോക്ക് കറക്റ്റാ. ഓക്കെ, പ്ലീസ് ചേഞ്ച് യുവർ ഡിസ്കൺസേർട്ടിംഗ് ബിഹേവിയർ. ദാറ്റ്സ് ഗ്രേറ്റ്. എ സ്പേറ്റ് ഓഫ് വാർ ended finally, but the grudges still there in them. All right, that was a spate of disconcerting options. That's great. അപ്പോൾ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞു. അടുത്ത വേർഡ് നോക്കിയേ, കൗണ്ടനൻസ്. നൗൺ ആയിട്ടും വേർബ് ആയിട്ടും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് കൗണ്ടനൻസ്. അർത്ഥം ഇതാണ്. ഒന്ന്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫേഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസിന് കൗണ്ടനൻസ് പറയും. അല്ല, അതിനൊരു നമ്മൾ ഇൻഫോർമൽ ആയിട്ട് പറയുമ്പോൾ. അല്ലാതെ കൗണ്ടനൻസ് എന്ന് പറയുമ്പോൾ ഫോർമൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സപ്പോർട്ട് അല്ലെങ്കിൽ അപ്രൂവൽ എന്ന് പറയും കൗണ്ടനൻസ്. അല്ലാതെ നമുക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സ്, എക്സ്പ്രഷൻസ് ഒക്കെ പറയാട്ടോ, അതും നമ്മുടെ കൗണ്ടനൻസ് എന്ന വാക്കിന് അർത്ഥം വരുന്നുണ്ടേ. പിന്നുള്ളത് വേർബാണ്. വേർബ് മീനിങ് ഇതാണ്, ടോളറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുക, അലൗ ചെയ്യുക. ഒരാളെ നമ്മൾ ടോളറേറ്റ് ആണ്, ശരി സമ്മതിച്ചേക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, പെർമിറ്റ് ചെയ്യുന്നു, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കൗണ്ടനൻസ് എന്ന് വിളിക്കാം. സോ ഓർക്കണം, അലൗ ചെയ്യുക, പെർമിറ്റ് ചെയ്യുക, ടോളറേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം കൂടെ കൗണ്ടനൻസിന് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ. Yes, the spate of countenance provided by Rintu ma'am in improving our vocabulary is always appreciable.
Thank you so much, Arathi. Good morning. Ruling party approached the problem in a pragmatic way. That's great. അപ്പോൾ ലൈവിലുള്ള എല്ലാവരും ഒന്ന് ഉഷാറായിക്കുക, എന്നിട്ട് ലൈക്ക് ഇട്ട പിള്ളേരെ, ഇത് പറഞ്ഞു തരണോ ഞാൻ എന്താണ് ഒരു ജാടയാണ് പിള്ളേരെ. ഷോ മി സം ലവ്, ഷോ മി സം സപ്പോർട്ട്. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തേ. നമ്മുടെ സെഷനിങ് എല്ലാവരും അങ്ങ് കാണട്ടെ, മറ്റുള്ളവരിലോട്ടൊക്കെ എത്തട്ടെ സെഷനൊക്കെ, എന്നിട്ട് എല്ലാവരും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യട്ടെ. നമുക്ക് വേണ്ടതല്ലേ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. സോ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. അപ്പോൾ കൗണ്ടനൻസ് ഓക്കെ ആണല്ലോ അല്ലേ, നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോവാം. ഡിസെൻറ്റിങ്. ഡിസെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഡിസപ്രൂവ് ചെയ്യുക, ഡിസഗ്രി ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ ഡിസെൻറ്റ്, DISSENT. ഓക്കെ, അത് ഡിസെൻറ്റിനാണ് വേർബും ഉണ്ട്. ഡിസഗ്രിമെൻ്റ് എന്ന് ഓർത്തുകൊണ്ട് എന്നാൽ വേർബായിട്ട് ഉപയോഗിക്കുമെന്നാണ്. പക്ഷേ മറ്റ് ഡിസെൻറ്റ് ഉണ്ടല്ലോ, DESCENTയും ടിയും, അത് കയറ്റം ആൻഡ് കയറുക എന്നുള്ളത്, അത് വേറെ. പിന്നെ ഡിസെൻറ്റിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്, നമ്മുടെ എന്താ പറയുക, തായ് വേര്, ലീനേജ് എന്നൊക്കെ പറയും സാർ ഡിസെൻറ്റ്. അപ്പോൾ ഡിസെൻറ്റ് പല കൺഫ്യൂസ്ഡിങ് വേർഡ്സ് ഉണ്ട്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇത് ഡിസെൻറ്റിങ് ആണ്. ING ഫോമിൽ നമ്മളൊരു വേർബിന് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇത് ഡിസെൻറ്റിങ് എന്ന വാക്കാണ്. ഡിസെൻറ്റിങ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിസഗ്രിങ്, പ്രൊട്ടസ്റ്റിങ്, ഒപ്പോസിങ് എന്നൊക്കെ പറയാം. എതിർക്കുന്ന അല്ലെ, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന, ഒപ്പോസ് ചെയ്യുന്ന എന്നുള്ള അർത്ഥമുണ്ട് ഡിസെൻറ്റിങ് എന്ന വാക്കിന്. ഓർത്ത് വെച്ചോണം, ഡിസെൻറ്റിങ്. ഓക്കെ, അപ്പോൾ ഡിസെൻറ്റ് എന്ന വേർബിൽ നിന്ന് വരുന്നതാണ് ഡിസെൻറ്റിങ്, അത് ഓർത്ത് വെച്ചോണം. അടുത്തത് എസ്പൗസ് ചെയ്യുക. നമ്മളൊരു കാര്യം അഡോപ്റ്റ് ചെയ്യുന്നതിന്, ഒരാളെ അഡോപ്റ്റ് ചെയ്യില്ല, എസ്പൗസ് ചെയ്യുക. അതുപോലെ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതിന്, ഒരാളെ എംബ്രേസ് ചെയ്യുന്നതിന്, വെൽക്കം ചെയ്യുന്നതിന്, ടേക്കപ്പ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്നതാണ് എസ്പൗസ്. അപ്പോൾ എസ്പൗസ് എന്ന വാക്ക് വേർബാണ്. അർത്ഥം അഡോപ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എംബ്രേസ് ചെയ്യുക, ടേക്കപ്പ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ക്ലിയർ ആണല്ലോ, ഉഷാറാണല്ലോ. Let me see. Noisy distractions swat me from studying. That's great. I always countenance my friend. I always tolerate my friend അല്ലേ. ഓക്കെ, I'm have അല്ല, അയ്യോ ആർത്തിക്ക് I'm have അല്ലടാ, ഇങ്ങനെ പറയാം. I have submitted my project for countenance. I am അല്ല, നമ്മളെ ആമോ ഹാവോ എല്ലാം ഒരേ അങ്ങനെയല്ലല്ലോ. അതെല്ലാം പ്രൈമറി ഓക്സിലറി വേർബുകളാണ്. ഏതെങ്കിലും ഒന്നേ ഉപയോഗിക്കുള്ളൂ, രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നത്. I am ഹാവ് ഒരുമിച്ച് ഉപയോഗിക്കാൻ ഒരിക്കലും പറ്റില്ല. I have submitted കേട്ടോ, അത് കൊടുക്കാം. The myopic view of the mandate is handling the situation is grotesque. That's great. Indian football team want our countenance. Open I say അങ്ങനല്ല, Indian football team wants, പ്ലൂറൽ അല്ല സിംഗുലർ കൊടുക്കണം. കാര്യം ഫുട്ബോൾ ടീം ഒന്നല്ലേ, ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒറ്റ ടീമാണ്, ഒരു സിംഗുലർ ആണ്. അപ്പോൾ വേർബ് സിംഗുലർ കൊടുക്കുക, എസ് ഇട്ട് കൊടുത്തേ. ഇന്ത്യൻ ഫുട്ബോൾ ടീം wants our countenance എന്ന് കൊടുക്കുക കേട്ടോ. There were a spate of attacks by enemies. Great. Finally, police officers find out the criminals behind the spate of crime. That's great. A spate of crimes ആണ് ഷൈനി, സീരീസ് ഓഫ് ക്രൈംസ് വേണ്ടേ, ക്രൈമുകളുടെ കൂട്ടം അല്ലെ, നിര, അതിനാണ് കൊടുക്കുന്നത്. ലൈൻ ഓഫ് ക്രൈംസ് ആണ്, അപ്പോൾ സ്പേറ്റ് ഓഫ് ക്രൈംസ് എന്ന് കൊടുക്കണം ഷൈനി, അപ്പോഴത് കറക്റ്റ് ആവും. ദ കൗണ്ടനൻസ് ഓഫ് പേരൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. യെസ്, സപ്പോർട്ട് അല്ലേ. Ruling about one civil court made a spate of discussions among people. Yes, it does. CPO 26 ഹോൾ ടിക്കറ്റ് വന്നു. ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പേജിലോട്ട് വരുമല്ലോ. നിങ്ങൾ CPO എക്സാം നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേജ് എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണേ. സ്പോർട്സ് ഉണ്ട്, എനിക്കൊന്ന് ഫസ്റ്റ് ഇതിൻ്റെയൊക്കെ ഇതൊക്കെ വന്നായിരുന്നു, ആദ്യത്തെ ഹോൾ ടിക്കറ്റുകൾ വന്നിട്ടുണ്ട്. നോക്കുക, ബാക്കോട്ടുള്ളവരുടെ പയ്യെ വരുള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. Disconcerting war affects the world's economy both directly and indirectly. Yeah, that's great. വേൾഡിൻ്റെ എന്നാ കൊടുക്കുന്നത് കേട്ടോ, അപ്പോൾ അപ്പസ്ട്രോഫീസ് കൊടുക്കണം കേട്ടോ വേൾഡിൻ്റെ എന്നുള്ളതിന്. അനുപേ, ബിഫോർ ദ എക്സാം ഐ നീഡ് ടു ഫിനിഷ് വാച്ചിങ് എ സ്പേറ്റ് ഓഫ് ക്ലാസ്സസ്. യാ, മൈൽസ് ടു ഗോ അല്ലേ. ഷി നീഡ് കൗണ്ടനൻസ്. അനക, ഷി നീഡ് അല്ല, സബ്ജക്റ്റ് ഷീ ആണ്, അപ്പോൾ ഷി നീഡ്സ് എ കൗണ്ടനൻസ് ഫ്രം ഹർ ഫാമിലി ഫോർ ഫർദർ സ്റ്റഡീസ്. ഷി നീഡ്സ് കേട്ടോ, ഷീ സിംഗുലർ, അപ്പോൾ നീഡ്സ് സിംഗുലർ കൊടുക്കാം. I'm dissenting with the ideology followed by certain religions. Yes, അവിടുത്തെ ഐഡിയോളജിയെ വേറെ രീതിയിലാണ്. Legislature's ruling, religion അതാണ് ഉദ്ദേശിച്ചത്. Legislature's ruling is not be disconcerting. Is not be disconcerting. Is not disconcerting മതി. ഈസ് ഉള്ളപ്പോൾ പിന്നെ വീണ്ടും ബിയുടെ ആവശ്യമില്ലടാ ഗുരുദാസെ. Is not disconcerting compliance to public issues. Sometimes it is dominant to execute end. Sometimes it is dominant to execute what? Which sorts in necessity of society. I like to adopt someone.
Alright. His disconcerting attitude annoys everyone. Alright. Your dissenting behavior thwarts your progress. Okay. The dissenting decision mandated him to prefer appeal. Alright, that's great. Rintu cites that she is espoused by her parents from the Wayanad Shurif. എടാ വിനുവേ ഓർമ്മപ്പെടുത്തരുത് ഓർമ്മകൾ. His colleagues espoused him unanimously. That's great. Type ചെയ്ത് തെറ്റിയതാ. Okay, Karthik. Noted. He espoused a new techniques. Shiny, a new techniques. ഇല്ല. എന്ന് കൊടുത്തിട്ടുണ്ടോ ഒന്നും അർത്ഥം. പിന്നെ ടെക്നിക്സ് എന്ന് പ്ലൂറിൽ കൊടുക്കരുത്. A new technique to find writing quickly. Write quickly അല്ല writing. Find കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക. Writing quickly കൊടുക്കുക കേട്ടോ. പിന്നെ എ എന്നോ ആൻ എന്നോ കൊടുക്കുന്നതിനോട് പ്ലൂറൽ നൗൺ കൊടുക്കരുതേ. സിംഗുലർ നൗൺ കൊടുക്കുക. സിംഗുലർ കൗണ്ടബിൾ നൗൺ കൊടുക്കുക. അതുപോലെ ടെക്നിക്സ് അല്ല ടെക്നിക്കാണ് കേട്ടോ. ഡ്യൂറിംഗ് rainy days, it is imperative to espouse inhabitants in standard million. Yeah. She's not ready to espouse the changes. That's great. There's a spate of dissent from the indigenous people for ascending the new bid. Alright. My dissenting approach scared him. Alright. I'm getting great espouse from my family to prepare for the exams. Espouse verb മാത്രാട്ടോ കാർത്തികേ. അപ്പോൾ I'm getting great espousing എന്ന് കൊടുക്കുക. espousing എന്ന് കൊടുക്കുക. സപ്പോർട്ട് അല്ലേ. സപ്പോർട്ട് എന്ന് പറയുന്നത് നൗൺ ആടാ. നൗൺ ആയിട്ടും വേർബ് ആയിട്ട് ഉപയോഗിക്കാം. എസ്പൗസ് നൗണുമായിട്ട് വേർബ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എസ്പൗസ് അത് വേർബ് മാത്രം. അപ്പൊ എങ്ങനെ അതിനെ നൗൺ ആക്കി കൊടുക്കാം? എസ്പൗസിങ് എന്ന് കൊടുക്കുക. സപ്പോർട്ട് നൗൺ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉള്ള വേർബുകൾ എല്ലാം നൗൺ ഇല്ല കേട്ടോ. അപ്പൊ എന്നെ മാറ്റണം കാർത്തികേ. ഐ എം ഗെറ്റിംഗ് ഗ്രേറ്റ് എക്സ്പൗസിങ് ഫ്രം മൈ family to prepare for the exams കൊടുക്കട്ടോ. He exposes to do the expose ആരെ? He supports ആരെ? Me to do the work for his colleague അല്ലെങ്കിൽ him ആരെയാണോ അത് കൊടുക്കണേ. ഒബ്ജക്റ്റ് കൊടുക്കണേ മാളു. He called for an immediate meeting for discussing the need of the tweaking bank rates and what are the things to be rebuffed for the next survey. Alright. He invoked the rules and regulations that are thwarting him from exercising his fundamental rights. Great. Government settled the dissenting party with money. Rintu always espouses students for preparing competitive exams. Thank you so much, Lakshmi. Her dissenting character causes rebuff from the job. Dissenting behavior is sometimes needed to avoid exploitation. ശരിയാണ്, വേണം അല്ലേ. നോ പറയേണ്ടടുത്ത് നോ പറയണം പ്രവീണ. That's right. He got 2-year imprisonment for not complying with the law and order by the ruling or mandate. Okay. Countenance of the people is necessary for politicians to win the election. Yes. I'm always here to espouse you. That's a great sentence. The rebuff of his nomination created chaos. Great. There are many dissenting marriage customs. പിന്നെ ആറ് കൊടുക്കരുത് അനക, രണ്ടാറോട് വേണ്ട. There are many dissenting marriage customs കൊടുത്താൽ മതി. അവിടെ നമ്മൾ വീണ്ടും ആറ് കൊടുക്കണം. എക്സിസ്റ്റിംഗ് ഇൻ റിമോട്ട് വില്ലേജസ് ഓഫ് കേരള. വില്ലേജസിന്റെ സ്പെല്ലിങ് VILLAGE. സ്പെല്ലിംഗ് നമുക്കൊരു പ്രശ്നമാണ് അല്ല അനക, അത് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാറ് വേണ്ട, ആദ്യത്തെ ആറ് മതി. there are മതി, പിന്നെ എക്സിസ്റ്റിംഗിന് മുമ്പിൽ ആറ് വേണ്ട. ഓക്കെ. ഡിസെൻഡിങ് നേച്ചർ ഓഫ് സ്റ്റുഡൻസ് ആർ കോമൺ നൗ ഡേയ്സ്. ഓൾറൈറ്റ്. പ്ലീസ് കംപ്ലൈ ദ റെഗുലേഷൻസ്. പ്ലീസ് കംപ്ലൈ വിത്ത്. കംപ്ലൈ എന്നുള്ള വേർബ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനോട് ഫിക്സ്ഡ് ആയിട്ട് പ്രൊപ്പോസിഷൻ കൊടുക്കാണ്ട് വിത്ത്. കഴിഞ്ഞ ദിവസം നമ്മൾ കംപ്ലയൻസ് പറഞ്ഞില്ലേ, സെയിം സാധനമാണ്. അഡ്ഹിയർ ചെയ്യുക എന്നാൽ അഡ്ഹിയറിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഫിക്സഡ് പ്രൊപ്പോസിഷൻ എന്താ? ടു എന്നുള്ളതാണ്. എന്നാൽ കൺഫേമിന്റെ കൂടെ എന്താ? ടു എന്നുള്ളതാണ്. ഒബൈയുടെ കൂടെ നമ്മൾ കൊടുക്കില്ല. കാര്യം എന്താ വെച്ചാൽ ഒബൈ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വേർബാണ്. അബൈഡിന്റെ കൂടെയോ ബൈ ആണ് കൊടുക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോണം, അതാണ് ഫിക്സഡ് പ്രൊപ്പോസിഷൻസ്. ഓർക്കുക, അബൈഡ് ബൈ ദ റൂൾസ്, ഒബൈ ദ റൂൾസ്, കൺഫേം ടു ദ റൂൾസ്, അഡിയർ ടു ദ റൂൾസ്, കംപ്ലൈ വിത്ത് ദ റൂൾസ്. കാര്യം മനസ്സിലായി കാണുമല്ലോ. പാലിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കംപ്ലൈ എന്ന വാക്ക് വരിക. ഓക്കെ. അടുത്തത് റിബഫ്. റിബഫ് നൗണും ഉണ്ട് വേർബും ഉണ്ട്. അപ്പൊ നൗണായിട്ട് വരുമ്പോൾ റിബഫിനെ നമുക്ക് എന്ത് വിളിക്കാം? റിജക്ഷൻ, സ്നബ് അല്ലെങ്കിൽ റിഫ്യൂസൽ എന്ന് പറയാം. അപ്പോൾ റിബഫ് ചെയ്യുക, റിജക്ട് ചെയ്യുക, സ്പേൺ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? അതാണ്. അപ്പോൾ റിബഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഫോമൽ വേർഡാണ് റിബഫ് എന്ന് മാത്രം. നൗണായിട്ടും വേർബായിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. ഇപ്പൊ സപ്പോർട്ട് പോലെ, സപ്പോർട്ട് നൗണും ഉണ്ട്, അതുപോലെ സപ്പോർട്ട് ചെയ്യുക എന്ന വേർബും ഇല്ലേ, അതുപോലെ റിബഫ്. ഇറ്റ് വാസ് എ റിബഫ് എന്ന് പറയാം, ഇറ്റ് വാസ് എ റിജക്ഷൻ എന്ന് പറയാം. അതുപോലെ ഹി റിബഫ്ഡ് മീ, ഹി റിജക്റ്റഡ് മീ എന്ന് പറയില്ലേ, ആ സാധനം. ദാറ്റ്സ് എ ഡിഫറൻസ്. അടുത്ത ഇൻവോക്ക് ചെയ്യുക. ഇൻവോക്ക് ചെയ്യുക വേർബാണ്. അർത്ഥം ഇത്രേ ഉള്ളൂ, കോൾ ഓൺ ചെയ്യുക. നമ്മളൊരാളെ എന്ത് ചെയ്യുക? നമ്മളൊരാളെ വിളിച്ചപേക്ഷിക്കില്ലേ, സോളിസിറ്റ് ചെയ്യില്ലേ, സപ്ലിക്കേറ്റ് ചെയ്യില്ലേ, അല്ലെങ്കിൽ എൻട്രീറ്റ് ചെയ്യുക. അതിനാണ് വിളിച്ചപേക്ഷിക്കുക. ഒരു കാര്യത്തിനോട് ഒരാൾ അല്ലേ, ലെറ്റ്സ് ഇൻവോക്ക് ദ പ്രസൻസ് ഓഫ് ഓൾമൈറ്റി, ദൈവത്തിന്റെ അല്ലെ സർവേശ്വരനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. അതിനാണ് ഇൻവോക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇൻവോക്കിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്. സൈറ്റ് ചെയ്യുക, മെൻഷൻ ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, അഡ്യൂസ് ചെയ്യുക. അങ്ങനെ അർത്ഥം കൂടെ ഇൻവോക്കിനുണ്ട് കേട്ടോ. രണ്ടർത്ഥമുണ്ട് ഇൻവോക്കിന്, അത് ഓർത്ത് വെച്ചോണേ. I hope that is clear.
അപ്പോൾ ക്ലിയർ എന്ന് വിചാരിക്കുന്നു. നമ്മൾ എവിടെ വരെ എത്തിയായിരുന്നു? ഡിസെൻഡിങ് നേച്ചർ ഓഫ് സ്റ്റുഡൻസ് ആർ കോമൺ നവഡേയ്സ്. പ്ലീസ് കംപ്ലൈ വിത്ത് ആരതിയുടെ കംപ്ലൈ വിത്ത് ദ റൂൾസ് മാൻഡേറ്റഡ് ബൈ ദ ഹെൽത്ത് അതോറിറ്റീസ്. കേട്ടോ ആരതി? എ വർക്കിംഗ് വുമൺ നീഡ്സ് ആൻ എസ്പൗസിംഗ് attitude ഫ്രം ഫാമിലി. യെസ്, ഉറപ്പായിട്ടും you have to invoke some good from others. That's great. Open I say good luck. Good. അതാ കൊള്ളായിരുന്നു, സെന്റൻസ് കറക്റ്റ് ആയിരുന്നല്ലോ, കട്ട് ചെയ്യണ്ടായിരുന്നു. He disappointed to ഇല്ല, he disappointed ആരെ, he disappointed ആരെ എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ഷൈനി നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ പാസിവൈസേഷൻ കൊടുക്കുക. He is disappointed to do anything because of rebuff of his projects കൊടുക്കുക. He is disappointed കൊടുക്കുക. അല്ലെങ്കിൽ he disappointed, അവൻ വേറൊരാൾ നിരാശപ്പെടുത്തുക, is disappoint ചെയ്യുക. ഞാൻ നിരാശപ്പെട്ടു എന്നുള്ള, അതായത് I am disappointed എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ അപ്പൊ he is disappointed കൊടുക്കണേ, പാസീവ് കൊടുക്കണം. He rebuffed his job application as he was not ready to comply with his rules. All right, that's great. Okay, you should comply with the rules of this company. That's great, Praveena. I complied to marry him. I comply with marrying him. അല്ലെ, I comply with marrying him എന്ന് കൊടുക്കണം. Ministry അതാണ് കറക്റ്റ്. Nobody was there to espouse me in that situation. That's great. He invoked GM's contribution in the company. All right, സൈറ്റ് ചെയ്തു. അല്ലെ, അദ്ദേഹം നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയാം അല്ലെ, അല്ലാതെ അപേക്ഷിക്കുകയും ചെയ്യാം. He rebuffed my application. Also, they rebuffed my application. Great. They set out a surprise for her birthday, but her dissenting nature collapsed it. Sheh, what's I say? I rebuffed his proposal. That's great. That's great. അപ്പോൾ സെറ്റ് ആണല്ലോ. ഡിസെൻഡിങ്, എസ്പൗസ്, ഇൻവോക്ക്, റിബഫ്, കംപ്ലൈ. മറക്കണ്ട, കംപ്ലൈ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, കംപ്ലൈയുടെ കൂടെ നമ്മൾ വിത്ത് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം എന്നുള്ള കാര്യം മറക്കണ്ട. എന്നാൽ അതേപോലെ കംപ്ലൈയുടെ കൂടെ നൗണും മറക്കണ്ട കേട്ടോ. കംപ്ലയൻസ് എന്ന നൗണാണ് നമ്മളുള്ളത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കംപ്ലയൻസ് എന്ന നൗൺ. എന്നാൽ കംപ്ലയന്റ് എന്ന വേർബ് ഉണ്ട്. കംപ്ലൈന്റ് അല്ല കേട്ടോ, കംപ്ലൈന്റ് എന്ന അഡ്ജക്റ്റീവ് ഉണ്ട്, മറക്കണ്ട കേട്ടോ. കംപ്ലയൻസ് എന്നുള്ള നൗണ്, അതിൻ്റെ കൂടെ വിത്താണ്. അതുപോലെ തന്നെ ഐ എം കംപ്ലയന്റ് വിത്ത് യുവർ റൂൾസ് എന്നൊക്കെ പറയില്ലേ, അത് കംപ്ലയൻസ് നൗണ്, കംപ്ലയന്റ് അഡ്ജക്റ്റീവ്. കംപ്ലൈന്റ് അല്ലേ, കംപ്ലൈന്റ് AINT ആണ്, ഇത് IANT, കംപ്ലൈന്റ്. കംപ്ലയന്റ്, കംപ്ലയന്റ് ഓർക്കണ്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളാം. ക്ലിയർ ഐ ഗെസ്? സെന്റൻസ് നോക്കട്ടെ. ഈസ് ഡിസപ്പോയിന്റഡ്. Rocky drove Ramika Sen after the wall by not invoking his misdemeanor to the mandate. എൻ്റെ റോക്കി ബായിയെ ഇതിനെ കൂടി ഞാൻ തോറ്റു. My whole work is rebuffed by the teacher. That's great. Let's move to the art. അടുത്തത് നോക്കാം, സെറ്റിലോട്ട് നോക്കാം. ഇൻസൈറ്റ്മെന്റ്. ഇൻസൈറ്റ് ചെയ്യാൻ അറിയാമല്ലോ നമുക്ക്. ഇൻസൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഏർജ് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യാണ് അല്ലെ, ഇൻസൈറ്റ് ചെയ്യാം. അപ്പൊ ഇൻസൈറ്റ്മെന്റ് എന്ന് പറയുന്നത് നൗൺ ആണ്. അപ്പൊ ഓർത്തോണം, ഇൻസൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേർബ്. ഇൻസൈറ്റ്. അപ്പോൾ ഇൻസൈറ്റ്മെന്റ് എന്ന് പറയുന്നത് നൗണ്, മറക്കണ്ട. ഇൻസൈറ്റ്മെന്റ് നൗണ്, ഇൻസൈറ്റ് ചെയ്യുക വേർബ്. അപ്പോൾ ഇൻസൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഏർജിങ്, ഗോഡിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ, പെർസ്വേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇൻസൈറ്റ് ചെയ്യുമ്പോൾ പെർസ്വേഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഏർജ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അത്. അടുത്താണ് അൺഡ്യൂ. അൺഡ്യൂ എന്ന് പറയുമ്പോൾ ഡ്യൂ എന്ന് വേണ്ടത് അല്ലെ, അൺഡ്യൂ എന്ന് പറഞ്ഞാൽ അധികം, അമിതമാണ്, അമിതമാണ് അല്ലെ. ദാറ്റ് മീൻസ് അൺവാറന്റഡ് അല്ലെങ്കിൽ എക്സസീവ്, എക്സ്ട്രീം, ഇമ്മോഡറേറ്റ്. മോഡറേറ്റ് അല്ല, ഡ്യൂ ആണെങ്കിൽ ആവശ്യത്തിന് എന്നാണ്. വിത്ത് ഡ്യൂ റെസ്പെക്ട് നമ്മൾ പറയില്ലേ, വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഞാൻ ആവശ്യത്തിന് റെസ്പെക്റ്റോടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതാണ് ഡ്യൂ, ആവശ്യം. അൺഡ്യൂ എന്ന് പറയുമ്പോൾ അത് കൂടിപ്പോയി, അധികമായി അല്ലെ. ആക്റ്റീവ് അല്ലെ, ഇൻആക്റ്റീവ് ഒക്കെ പറയുന്ന പോലെ ഇൻ അൺ ഒക്കെ പറയുമ്പോൾ പ്രിഫിക്സുകളാണ്, ഓർത്തോളം നെഗറ്റീവ് ആക്കുവല്ലോട്ട് വരും. അപ്പോൾ അൺഡ്യൂ ആകുമ്പോൾ എക്സ്ട്രാ ആയി, എക്സസീവായി, എക്സ്ട്രീമായി, ഇമ്മോഡറേറ്റ് ആയി കേട്ടോ. അപ്പം ഓൾറെഡി ഓർത്ത് വെച്ചോളാം, അൺ എന്ന് പറയുന്ന നെഗറ്റീവ് വാക്കാണല്ലോ, നെഗറ്റീവ് പ്രിഫിക്സ് ആണല്ലോ. ഇമ്മോത് കേട്ടോ, ഇംപൊളൈറ്റ്, ഇമ്മോഡറേറ്റ് കേട്ടോ, ഓർത്തോളം, അതും നമ്മുടെ നെഗറ്റീവ് പ്രിഫിക്സിൽ പെടുന്ന. അടുത്ത വാക്ക് ബ്രീച്ച് ആണ്. ബ്രീച്ച് ചെയ്യുക എന്നുണ്ട്, ബ്രീച്ച് എന്ന നൗണും ഉണ്ട് അല്ലെ. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കേട്ടുണ്ടായിരിക്കും. വയലേഷൻ ഓഫ് കോൺട്രാക്ട് ആണ്, ബ്രേക്കിംഗ് ഓഫ് കോൺട്രാക്ട് ആണ്. അതുപോലെ കൺട്രവെൻഷൻ എന്ന് പറയും. വയലേഷനിൽ കൺട്രവെൻഷൻ ആണ്, കോൺട്രവെൻഷൻ ആണ് നൗൺ ആയിട്ട് ബ്രീച്ചിന് പറയണത്. എന്നാൽ അതേ സമയത്ത് ബ്രീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രവീൻ ചെയ്യുക എന്ന് പറയും. അതാണേ. അപ്പോൾ നമ്മുടെ ഇതിന് വേർബായിട്ടും അതേപോലെ തന്നെ നൗൺ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ബ്രീച്ച്. അത് നമ്മൾ ഈ ഇടയ്ക്ക് അല്ലെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ് ബ്രീച്ച്. പുതിയ വാക്കൊന്നും അല്ല, ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ് അല്ലെ, നമുക്കതൊരു പുതിയ ആളൊന്നും അല്ല എന്നുള്ളതായിരുന്നു നമ്മൾ ഓർത്ത് വെച്ചാൽ. He was not ready to comply with the company rules. Great. If you rebuff his application, you will definitely suffer. That's great.
സഫർ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സിനിമ ഓർമ്മ വരും, തീവണ്ടി. He should learn to accept rebuff. Yeah. Her circumstance is a great incitement for her. Yes. In the success meet, he invoked incitement from the faculties. Invoke the incitement from the faculties. Invoke എന്ത് ഇൻവോക്ക് ചെയ്തു, അങ്ങനെയാണ്. ആരെ അല്ലെങ്കിൽ എന്തിനെ ഇൻവോക്ക് ചെയ്തു എന്നാണ്. അപ്പോൾ ഇൻസൈറ്റ്മെന്റ് മോട്ടിവേഷനെ പറ്റി പറഞ്ഞു, അതാണ് ഇൻവോക്കേബിൾ അല്ലെ. അതുള്ളൂ അവിടെ അബൌട്ട് വേണ്ടേ ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ട്രാൻസിറ്റീവ് വെർബ്. ഐ ലൈക്ക് ഹിസ് ഇൻസൈറ്റ്മെന്റ് ടു പിക്ക് മീ അപ്പ്. ദാറ്റ്സ് ഗ്രേറ്റ്. യുവർ അൺഡു ആക്ടിങ് ഇസ് നോട്ട്, ഇറ്റ്സ് നോട്ട് നീഡ് ഫോർ അല്ല, ഇറ്റ്സ് നോട്ട് നീഡഡ് ഫോർ ദ സിറ്റുവേഷൻ. നീഡല്ല, ഈസ് കൊടുത്തിട്ടില്ലേ നമ്മൾ അനുപമ, നമ്മളിവിടെ ഈസ് കൊടുത്തിട്ടില്ലേ. ഈസ് അത് ബി ഫോമുലേഷനാണ്. ബി ഫോമുലേഷനോട് ഒരിക്കലും നമ്മൾ V1 കൊടുക്കില്ല. ഓക്കെ, അതിനോട് നമ്മൾ V3 കൊടുക്കാം, പാസിവൈസേഷൻ കൊടുക്കാം. അത് ആവശ്യമില്ല ഇവിടെ എന്ന് കൊടുക്കുക. ഇറ്റ്സ് നോട്ട് നീഡഡ്, ഇറ്റ്സ് നോട്ട് നീഡഡ്, is not needed for this situation. കേട്ടോ. Don't give undue importance to anyone. സത്യം അല്ലേ, ആവശ്യത്തിന് മതി, ഓവർ ഇമ്പോർട്ടൻസ് ആർക്കും കൊടുക്കണ്ട. Lots of inciting videos are available on YouTube. Yes, motivational videos. His words are always an incitement for me. That's great, Anjana. The company espoused a new policy for the welfare of their workers. There അല്ല അവിടെ ശ്രദ്ധിക്കണം. ആദ്യം കമ്പനി അല്ലേ അവരെ ഹെൽപ്പ് ചെയ്തേ, അപ്പൊ കമ്പനിയുടെ വർക്കേഴ്സ് അല്ലേ, അപ്പൊ ഇറ്റ്സ് വർക്കേഴ്സ്. കമ്പനി സിംഗുലർ ആണ്, അപ്പൊ കമ്പനിയുടെ സിംഗുലർ എന്ന് കൊടുക്കണം, സിംഗുലർ പൊസിറ്റീവ് എന്ന് കൊടുക്കണം, ഇറ്റ്സ് വർക്കേഴ്സ് ആണ്. ദെയർ വർക്കേഴ്സ് അല്ല, ഇറ്റ്സ് വർക്കേഴ്സ്. കമ്പനിയുടെ വർക്കേഴ്സ് എന്ന് കൊടുക്കാം കേട്ടോ. Many are suffering due to undue rainfall. Yes, Donna. Main reason for my failure is my friend who is inciting for everything without critical thinking. All right. അതാണോ എപ്പോഴും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതാണ്. പക്ഷെ എന്നെ വഷളാക്കുന്ന എൻ്റെ ഫ്രണ്ടാണല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മെയിൻ റീസൺ ഓഫ് അല്ല, മെയിൻ റീസൺ ഫോർ എന്നാ പറയാം കേട്ടോ. ഓഫ് നമ്മൾ പറയില്ല, റീസൺ ഫോർ സംതിങ്. അൺഡ്യൂ എമൗണ്ട് ഓഫ് മണി ക്യാൻ മേക്ക് യു ബാഡ്. സത്യം അല്ലേ, പൈസ കൂടുന്നവരും മനുഷ്യന്മാരോടുള്ള മറ്റു മനുഷ്യർ, നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മളോടുള്ള അപ്രോച്ച് മാറും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ആഫ്റ്റർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് AI cameras, breaching of traffic rules are not prevalent. You have to give compensation if you're breaching the contract before time. That's great. Breach of motor vehicle rules is now reduced because of AI cameras. You should opt your own trajectory. That's great. It's mandatory for Indians to come up with full of beans while taking each and every class. You please avoid undue care on him. That's great. Women must have a job to espouse a family. Yes. Family മാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ട് ജോലി എന്തിനു വേണ്ടി, എനിക്ക് വേണ്ടിയിട്ട് അല്ലേ. ഒരു പെൺകുട്ടിക്ക് ജോലി എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവൾക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലേ. കാരണം അവൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. അതിൽ എനിക്കിഷ്ടമുള്ള ഒരു യൂട്യൂബർ ഉണ്ട്, ഞാൻ എടുത്ത് പറഞ്ഞ് പേര് പ്രശസ്തി ഒന്നും പറയുന്നില്ല. ആ യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മൂവിയുടെ ഒരു റിവ്യൂ പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞാണ്, പുള്ളി ഇപ്പം കുറച്ച് തിരക്കിലൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ പുള്ളി എന്നോട് പറഞ്ഞു, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൽ പെടുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാം. ലൈസൻസ് എടുത്തു, ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം ഡ്രൈവിങ്ങിന് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദാറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ. കാര്യം വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ആണ് പെണ്ണ് ജെൻഡർ ഒന്നുമില്ല, എന്തും ആയിക്കോട്ടെ, എനി ജെൻഡർ ക്യാൻ ഇറ്റ് ബി. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ഏത് ജെൻഡേഴ്സിൽ പെടുന്ന ആൾക്കാരാണെങ്കിലും ആയിക്കോട്ടെ, നമ്മളെല്ലാവരും മനുഷ്യരെന്ന് പറയുന്ന ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. അപ്പോഴാണ് നമുക്ക് സഫിക്കേഷൻ വരിക, അതുപോലെ നമ്മൾ ഫ്രസ്ട്രേറ്റ് ആവുക. അവർ കുറേ നാൾ നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കൊണ്ടിരുന്നിട്ട് അവർക്ക് ബാധ്യതയാവുക, ബേർഡൻ ആവുക, അവർ നമ്മളോട് ഇതാവുക, അങ്ങനെ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ അകലും. അതൊരു പ്രശ്നമുണ്ട്. സോ ബി ഇൻഡിപെൻഡൻറ്റ്. ആവശ്യത്തിന് മാത്രം നമ്മൾ ബന്ധങ്ങളെ ചെറിഷ് ചെയ്തുകൊണ്ട് പോവുക, അതാണ് നല്ല കാര്യം. ഒരു പരിധി കവിഞ്ഞ് ഓവറായി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി ബാഡ്, ഇറ്റ്സ് ഗോണ എൻഡ് അപ്പ് ഇൻ എ വെരി ബാഡ് സിറ്റുവേഷൻ. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബി ഇൻഡിപെൻഡൻറ്റ്. ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, എല്ലാവർക്കും ഒരു ജോലി വളരെ അത്യാവശ്യമാണ്. സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഗതി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ശ്രദ്ധിക്കാം, പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടുമ്പോൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറേ നാളെ നമുക്ക് റിഗ്രറ്റ് തോന്നാൻ പാടില്ല. ലൈഫിൽ റിഗ്രറ്റ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളാം. അടുത്ത മാൻഡേറ്ററി. നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കല്ലേ മാൻഡേറ്ററി. ഇറ്റ്സ് മാൻഡേറ്ററി ടു വെയർ മാസ്ക്. പണ്ട് പറയുമായിരുന്നു, ഇപ്പം പിന്നെ മാൻഡേറ്ററി അല്ലല്ലോ. സോ മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധം അല്ലെ, കമ്പൽസറി, ഒബ്ലിഗേറ്ററി, റിക്വയർഡ്, ബൈൻഡിങ് എന്നൊക്കെ പറയും. അഡ്ജക്റ്റീവ് ആണ്, അറിയാലോ. മാൻഡേറ്ററി, മാൻഡേറ്റ് ഉണ്ട്. അടുത്ത സ്ലൈഡിൽ നമ്മളത് കാണും, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാത്ത മാൻഡേറ്റ് അവിടെ കാണിച്ചു തരാം.
പിന്നെ ഓപ്റ്റ് ഉണ്ട്. ഓപ്റ്റ് എന്ന വാക്ക് നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കാണ് ഓപ്റ്റ്. എന്താ വെച്ചാൽ ഓപ്ഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഓപ്ഷൻ, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലെന്നേ, ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് വേറെ ചോയ്സ് ഇല്ല, ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നൗൺ ആണ്, ചോയ്സ് എന്ന് പറയും. അപ്പോൾ ഓപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, പിക്ക് ചെയ്യുക, ടേക്ക് ചെയ്യുക, ഗോ ഫോർ ദാറ്റ്, ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. എടാ അത് എടുക്കുന്നു, ഗോ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് എടുക്കുക, അതൊക്കെ ചൂസ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ യൂസേജ് വളരെ കോമൺ ആയിട്ടുള്ള ഫ്രേസിൽ പോകാം. അപ്പോൾ ഓപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യുന്നതാണ്, എന്നാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചോയ്സ് ആണ് കേട്ടോ, സെലക്ട് ചെയ്യുന്ന സംഭവം. ഓർത്ത് വെച്ചോ, ആ ഒരു കാര്യം മനസ്സിൽ ഓർക്കുക കേട്ടോ. Yes. There is an undue resentment between them still now. Okay. Still now അല്ല, till now, ഇപ്പോഴും. till ആണ്, still now അല്ല. still now നമ്മൾ ഒരിക്കലും പറയില്ല, still എന്ന് പറഞ്ഞ് നിർത്തും, അല്ലെങ്കിൽ till now എന്ന് പറയും, ഇപ്പോഴും. They breach. അപ്പോൾ അവിടെ ഒരു till now ഒരു പ്രശ്നമുണ്ട്. till now നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുക്കണം, അതിനൊക്കെ ഇങ്ങനെ കൊടുക്കണം. There have been an undue resentment between them till now എന്ന് കൊടുക്കണം. till now വന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുക്കുക. There have been an undue resentment between them till now. They breached the line of contract many times. I can't accept that. Oh, ശരിയാ. Undue emotions are shown by the fans after clinching the title. Clinching to the title എന്ന് നമ്മൾ പറയാം. അത് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞാണുള്ളത്. ഈ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞോളൂ, ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. During the successful celebration of the company, the manager invoked about അല്ലേ അവിടെ ഞാൻ പറയുന്നത്. ഇൻവോക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, അതിന് ഒബ്ജക്റ്റ് കൊടുക്കണം, അബൌട്ട് കൊടുക്കുക, അബൌട്ട് കട്ട് ചെയ്യും. ഇൻവോക്ഡ് ഹിസ് കോവർക്കേഴ്സ് എഫേർട്സ് ഫോർ ദ കമ്പനി സക്സസ് കൊടുക്കുക കേട്ടോ. ID card is mandatory to attend the exam. Yes. Eminent person invokes dissenting one to espouse the country's development. All right. There is undue water in the well. The bank manager rebuffed the application of loan due to the lack of correct statements. Great. Politicians breach the rules with money and muscle power. എന്താ ചെയ്യാലേ, ഗുണ്ടായിസം. The undue strong coffee made it distasteful. Okay. Shaji always renders undue incitements for omission that ended up in a goal. All right. Being gratitude അല്ല, gratitude is mandatory. ബീങ് ഗ്രേറ്റ്ഫുൾ, അതാണ് എന്താണ് അനഘ, നമ്മൾ ഒരാളുടെ നന്ദി ഉള്ളതായിരിക്കുക എന്നുള്ള അഡ്ജക്റ്റീവ് അല്ല ഉദ്ദേശിച്ചത്, അത് ഗ്രേറ്റ്ഫുൾ ആണ്. ബീങ് ഗ്രേറ്റ്ഫുൾ, GRATEFUL. ബീങ് ഗ്രേറ്റ്ഫുൾ ഇസ് മാൻഡേറ്ററി എന്ന് പറയാം, നന്ദി ഉള്ളവരായിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഒരു നിർബന്ധമുള്ള കാര്യമാണ്. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് അങ്ങനെ ഉള്ളൂ. ഒന്നിൻ്റെ ബീങ് ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് മാൻഡേറ്ററി, രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ അനഘ. Gender inequalities should be breached in our society. പിന്നല്ല, in my school it is mandatory to wear a uniform every day. എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നിപ്പോൾ, എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ. Undue water in the river made the journey more difficult. All right, you can opt for commerce. That's great. It's mandatory to obey the rules while attending the exam. Yes, you must opt for a right partner to lead a better life. Yeah, right for you. That partner must be right for you. Marriage must be one's own option. Once. ഇപ്പം അതാണല്ലോ ചർച്ച, കല്യാണം കഴിക്കണോ, പെൺകുട്ടികൾ കല്യാണം കഴിക്കണോ വേണ്ടെന്നുള്ളത് കേട്ട് എനിക്ക് ചിരി വരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, ഇവിടെ ഞാൻ ഡെയിലി പറയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഇനി പറഞ്ഞ് ശരിയാവില്ല, ഓവർ റേറ്റ് ആയി പോകും. സോ മാരേജ് മസ്റ്റ് ബി വൺസ് അല്ലേ, അതിൽ വൺസിന് അപ്പസ്ട്രോഫി കൊടുക്കണം, എന്നിട്ട് ഇനി വണ്ണ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി ഇട്ടിട്ട് എസ് കൊടുക്കുക, വൺസ് ഓൺ ഓപ്ഷൻ. മൈ ഫ്രണ്ട് ഫോഴ്സ് മീ ടു ഓപ്റ്റ് സബ്ജക്ട് ദാറ്റ് ഐ ഡു നോട്ട് ലൈക്ക് ഫോർ മൈ ഗ്രാജുവേഷൻ. ഫ്രണ്ട് പറഞ്ഞിട്ടങ്ങ് നിർബന്ധ ബുദ്ധികൾ വീണ് കൊടുക്കാൻ പാടില്ലായിരുന്നു. വീണ് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തോളാം, നമ്മൾ അടുത്ത സെറ്റിലോട്ട് പോകണേ. സെറ്റുകൾ ഒരുപാടുണ്ട് നമുക്ക്. അടുത്താണ് ട്രിസ്റ്റ്. ട്രിസ്റ്റ് എന്ന വാക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അറിയാൻ എനിക്ക് തോന്നുന്നു, ജവഹർലാൽ നെഹ്റു എഴുതിയൊരു ആർട്ടിക്കിളുണ്ട്, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ഇന്ത്യയെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, മീറ്റിംഗ് ദ ഡെസ്റ്റിനി എന്ന്. മീറ്റിംഗ് എന്നാണ് ട്രിസ്റ്റിൻ്റെ അർത്ഥം. നമ്മുടെ ഈ ട്രിസ്റ്റിൻ്റെ ശരിക്കും അർത്ഥം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ നമ്മുടെ എല്ലാ ഡിക്ഷണറിയിൽ നിങ്ങൾ കാണും. ലവേഴ്സിൻ്റെ മീറ്റിങ്ങിനെയാണ് ലവേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നതിനെയാണ് ട്രിസ്റ്റ് എന്ന് പറയാം. അത് അല്ലാതെ ഇപ്പോൾ അർത്ഥം വരുമ്പോൾ അസൈനേഷൻ, മീറ്റിംഗ്, അപ്പോയിൻമെൻറ്റ്, റെൻഡസ്വസ് എന്നൊക്കെ പറയും. അപ്പോൾ ഓർത്തോണം ആ ഒരു അർത്ഥം. ഇത് നമ്മൾ ഒരുപാടല്ല, ഒരു തവണയും കണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ട്രിസ്റ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിന് മീറ്റിംഗ് നിങ്ങൾ നോക്കുമ്പോൾ അർത്ഥം വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അടുത്താണ് നമ്മൾ നേരത്തെ കണ്ട മാൻഡേറ്റ്. മാൻഡേറ്ററിയുടെ നൗൺ ഫോർമുലേഷനാണ് മാൻഡേറ്റ്. അതേപോലെ അത് വേർബായിട്ട് ഉപയോഗിക്കും. അർത്ഥം ഇത്രേ ഉള്ളൂ, ഡയറക്റ്റീവ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അപ്രൂവൽ എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മളത് വിളിക്കും അതോറിറ്റി. മാൻഡേറ്ററി
മാൻഡേറ്ററി ആണെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ് authority, mandate കേട്ടോ, അപ്രൂവൽ, ഡയറക്റ്റീവ്, ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിനെ വേർബായിട്ട് പറയുമ്പോഴോ ഓത്തറൈസ് ചെയ്യാം, അപ്രൂവ് ചെയ്യാം എന്നൊക്കെ അർത്ഥമാണ്. അതാണ് മാൻഡേറ്റ് എന്ന വേർബിൻ്റെ അർത്ഥം. അടുത്ത ക്രാക്ക് ഡൗൺ. ക്രാക്ക് ഡൗൺ ഗ്യാപ്പ് ഇട്ട് എഴുതിയ അത് ഫ്രേസൽ വേർബായി. ബി സ്ട്രിക്റ്റഡ് ടു സംബഡി എന്നുള്ള അർത്ഥം വരും. എന്നാൽ ക്രാക്ക് ഡൗൺ എന്ന നൗൺ ഒറ്റയടിക്ക് വരുമ്പോൾ, ഒറ്റ നൗൺ വരുമ്പോൾ അതിന് ക്ലാമ്പ് ഡൗൺ, റെപ്രഷൻ, സപ്രഷൻ എന്നൊക്കെ പറയാം. സെയിം സാധനം തന്നെ ഫ്രേസൽ വേർബായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ മീനിങ് അത് തന്നെയാണ്, നൗൺ ആയിട്ട് ഉപയോഗിക്കുള്ളൂ. പക്ഷെ സ്ട്രക്ചർ മാറിയല്ലോ. അതാണ് ക്ലാമ്പ് ഡൗൺ, ക്രാക്ക് ഡൗണിൻ്റെ അർത്ഥം. അടുത്തത് ഒസ്റ്റൻസിബിൾ. ക്രാക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ക്രാക്ക് ഡൗൺ ഫ്രം ദ ഗവൺമെന്റ്, ക്രാക്ക് ഡൗൺ ഫ്രം ദ പോലീസ്, ക്രാക്ക് ഡൗൺ ഫ്രം ദ അതോറിറ്റി എന്ന് പറഞ്ഞാൽ റിപ്രഷൻ, സപ്രഷൻ എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. അടിച്ചമർത്തൽ, അതാണ്. ഒസ്റ്റൻസിബിൾ എന്ന വാക്ക് അറിയാലോ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അപ്പാരന്റ് ഒക്കെ പറയില്ലേ. ഒസ്റ്റൻസിബിൾ എന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. ഒസ്റ്റൻസിബിളി എന്ന് പറഞ്ഞാൽ അഡ്വേർബായി. അപ്പാരന്റ്, ഔട്ട്വേർഡ്, സീമിങ്, അലജഡ് ഒക്കെയാണ് ഒസ്റ്റൻസിബിൾ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? അടുത്ത അണ്ടർവെൽമിങ്. അണ്ടർവെൽമിങ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ് ഓവർവെൽമിങ്ങിന്റെ. ഓവർവെൽമിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ് അണ്ടർവെൽമിങ്. ഓവർവെൽമിങ് സപ്പോർട്ട്, ഒരുപാട് സപ്പോർട്ട്, അതിനാണ് നമ്മൾ ഓവർവെൽമിങ് എന്ന് പറയുന്നത്. ഐ എം സോ ഗ്ലാഡ് അബൌട്ട് യുവർ ഓവർവെൽമിങ് സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, അത് നേരെ ഓപ്പോസിറ്റാണ്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്താണ് അണ്ടർവെൽമിങ് എന്ന് പറഞ്ഞാൽ. അണ്ടർവെൽമിങ് ആണെന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ല, ഒട്ടും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല നിന്റെ ഈ അപ്രോച്ച്, ഡിസപ്പോയിന്റിങ് അല്ലെ, അല്ലെങ്കിൽ അൺസാറ്റിസ്ഫാക്ടറി എന്നൊക്കെ പറയുന്നതാണ് അണ്ടർവെൽമിങ് എന്ന് പറയുന്നത്. അണ്ടർവെൽമിങ് നേരെ ഓപ്പോസിറ്റ് ആണ് ടു ഓവർവെൽമിങ്. ഓർത്ത് വെച്ചോളാം. ഓക്കെ, ക്ലിയർ ആണേ? ഒന്ന് ഓർത്ത് വെച്ചോളാം. എവിടം വരെ എത്തി? It is mandated to fill all the fields of the form before submitting the application. That's great, Adda. We need to obey the mandatory rules while driving. അശ്വതി ആണോ? അശ്വതി അത് അശ്വതി യൂട്യൂബർ ആയിട്ടല്ലോ നമ്മൾ അശ്വതി നമ്മൾ യൂട്യൂബർ ആയിട്ടല്ലോ കാണുന്നത്. അശ്വതി ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓർമ്മയുണ്ട്. അശ്വതി ഫാത്തിമ ഉദ്ദേശിച്ച വീഡിയോ കണ്ടതല്ലേ. അശ്വതിനെ എനിക്കിഷ്ടമാണ്. അശ്വതി നമ്മളൊരു എന്താ പറയുക ആങ്കർ ആയിട്ടാണ് ആദ്യം, ടെലിവിഷൻ ആങ്കർ ആയിട്ട് ആദ്യം കാണുക. പിന്നെ പുള്ളിക്കാരി എഴുത്തുകാരിയാണ്. പിന്നെ നല്ല രീതിയിൽ സംസാരിക്കും അല്ലെ, നല്ല രസമാണ്. പിന്നെ പുള്ളിക്കാരി ഒരു അഭിനേത്രിയും കൂടിയാണല്ലോ, ചക്കപ്പഴത്തിലൊക്കെ ഉണ്ടല്ലോ. അപ്പം അശ്വതി എന്ന് പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ എന്ന് വെറുതെ കയറി പറയില്ല, ഒരിക്കലും പറയില്ല അല്ലേ. I am sanctioned by Rintu for breaching the decorum of class. And I am sanctioned by Eda ni kollada. Complying with the rules is mandatory for a sound working environment. That's great. Common people are always punished for the breach of laws. സാധാരണക്കാർക്ക് എന്തായാലും ശിക്ഷ കിട്ടും, അല്ലാത്തവരെ പോലെയല്ല അല്ലേ. പൈസ ഇല്ലല്ലോ നോക്കുന്നത്. You can see so many trusts when you go to the park. Meeting trust. Trustന്റെ സ്പെല്ലിംഗ് നോക്കിയേ, TRYST, trust. Okay. Yes, parks and beaches are lovers' tryst place. Yes, she's always for a tryst with him. That's great. She's waiting for a tryst with him. Yes, that's great. Undue promises are made by the politicians before election. അല്ലേ. മിസ് സോൾമേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ? മാമനോടൊന്നും തോന്നല്ലേ? എടാ അനൂപ്, നിനക്ക് ഞാൻ തരാട്ടോ, നിനക്ക് ഞാൻ തരാം. നേരിട്ട് കാണുമ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരാടാ. യു വോണ്ട് ടു മാൻഡേറ്റ് ദ ഫയൽസ്. ഐ എം നോട്ട് വെയിറ്റിംഗ് ഫോർ എനിവൺ. അതാണ് രസം. ചിലർ പറയും ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് പേഴ്സൺ ടു കം. പക്ഷേ ഫോർ മീ ഇറ്റ്സ് നോട്ട് വെയിറ്റിംഗ്. എന്തിനു വെയിറ്റ് ചെയ്യുന്നു? ബിക്കോസ് ഐ എം സോ ഹാപ്പി ഇൻ മൈ ലൈഫ്. എനിക്ക് വേറൊരു പാർട്ട്ണർ, ഐ മീൻ ഇൻ ദ സെൻസ് ഞാൻ അങ്ങനെ എന്താ പറയുക, എന്നെ ഹാപ്പി ആക്കാൻ വേറൊരാളെ വേണമെന്നില്ല. ഞാൻ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ല എന്നെ ഹാപ്പി ആക്കാൻ. അതുകൊണ്ട് ഐ ഡോണ്ട് നീഡ് എ പേഴ്സൺ ടു റിലൈ ഓൺ ഓർ ടു ബി ഹാപ്പി വിത്ത്. എനിക്ക് തോന്നിയിട്ട് പോലില്ല. അനുപേ തമാശിപ്പിക്കല്ലേ. You want to mandate the files. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് നേരിട്ട് തരും, അത് വേറെ. The crackdown faced by backward classes urged them to protest against that. And ബാക്കി എന്ത്? The crackdown faced by backward classes urged them to protest against that. Against that. Okay, fine, Amla, that's great. Coffee shop was their usual tryst place. Great. ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സെന്റൻസ് വരുന്നുണ്ടോ? എൻ്റെ പൊന്നോ, ട്രിസ്റ്റ് മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇറ്റ് ഈസ് എ റെപ്രസെന്റ് ഡിസിഷൻ ബൈ ദ പേഴ്സൺ ടു അറേഞ്ച് എ ട്രസ്റ്റ്. അടിപൊളി. ദാറ്റ്സ് ഗ്രേറ്റ്. ട്രൂ അല്ല അനുപേ? അതാണ്. പിന്നെ അല്ല. അടുത്തലോട്ട് പോവാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെറ്റ്. അടുത്തലോട്ട് പോകാൻ തീർന്നിട്ടില്ല മക്കളെ, തീർന്നിട്ടില്ല. ലെറ്റ്സ് മൂവ്. അപ്പം SSC CHSL ബാച്ച് ഉഷാറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. CGL എക്സാം ഈ പറഞ്ഞ 14-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അറിയാലോ, SSC CGL എക്സാം 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാം. CHSL പുറകെ ഉണ്ട്, താമസിക്കുന്നൊന്നുമില്ല, പുറകെ ഉണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ CHSL ഉണ്ട്. അപ്പം പഠനം മുറുക്കാറായിട്ടുണ്ട്. അതായത് നമുക്ക് പയ്യെ ടോപ്പിക്കുകളൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് കയറാനുള്ള സമയം ആകുന്നു. നോട്ട് കംപ്ലീറ്റ്ലി. ഒരു 15th ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ
ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് മോക്ക് ടെസ്റ്റുകൾ മാത്രമായിട്ട് റിവിഷനിലോട്ട് മാറേണ്ട സമയമായി. അപ്പോൾ ഇനിയും ആരെങ്കിലും അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ വരെ ജോയിൻ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റുകൾ എല്ലാം ഉള്ള സെറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് എടുത്ത് നോക്കാം. അതിന് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ, അതായാലും എടുത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ 2240 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്തിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട. സോറി, 2400 രൂപയാണ്. 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്തിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട. SSC MTSന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് വന്ന് ജോയിൻ ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 6-ാം തീയതി. ഇന്നിപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ വന്നിട്ടുള്ളൂ, ഓറിയന്റേഷൻ ഒക്കെ വന്നിട്ടുള്ളൂ. 6-ാം തീയതിയിലോട്ട് കറക്റ്റ് റെഗുലർ ആയിട്ട് ബേസിസിൽ ക്ലാസ്സുകൾ 6-ാം തീയതിയിലോട്ട് പോവാണ്. പിന്നെ 21-ാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ കേട്ടോ. അപ്പോൾ 21 വലിയ ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്, നോക്കുക. 21 എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമുള്ള സമയം നമുക്കുള്ളൂ. പെട്ടെന്ന് അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. SSC MTS ആൻഡ് ഹവിൽദാർ കേട്ടോ, അത് മറക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2400 രൂപയാണ് കോഴ്സ് ഫീ. കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ IBPS RB PO ഒക്കെ ക്ലാസ്സുകൾ, ബാങ്കിങ്ങിന് വേണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങി. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. 2150 രൂപയ്ക്ക് 425 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് പോകണം, അതിനുള്ള കാര്യം മറക്കണ്ട. കോഡ് അപ്ലൈ ചെയ്ത് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറ്റിലോട്ട് പോയാൽ ബോയൻസി. ഒരുപാട് കേട്ട് പരിചയമുള്ള വാക്കാണ് ബോയൻസി. ബോയൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ലൈറ്റ്നെസ്, ഈ പറയുന്ന ലൈറ്റ് ആയിട്ടുള്ള അവസ്ഥയില്ലേ, അതിന് ബോയൻസി പറയും. അപ്പോൾ അതേ സാധനത്താണ് നമ്മുടെ മനസ്സ് ലൈറ്റ് ആയിട്ടിരിക്കും. നമ്മൾ എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ഭയങ്കര ഹെവി ആയിട്ട് ലോഡൊന്നും ഇല്ലെങ്കിൽ വി ആർ ബോയൻറ്റ് ഇൻ നേച്ചർ, അല്ലെ, ബോയൻ്റ് ആണ്, അതായത് ചിയർഫുൾ ആണ്, ഹാപ്പിയാണ്, അല്ലെ, ഹോപ്പ്ഫുൾ ആണ്. അപ്പോൾ ആ ബോയൻസി എന്ന് പറഞ്ഞാൽ സെയിം സാധനം. ലൈറ്റ്നെസ് ഒരു അർത്ഥമുണ്ട്. ബോയൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നെസ്, വെയിറ്റ് ഇല്ലായ്മ, അതായത് ഫ്ലോട്ട് ചെയ്ത് പറ്റാൻ പറ്റുന്നുണ്ട്. എബിലിറ്റി ടു ഫ്ലോട്ട്, അതാണ് ബോയൻസി എന്ന് പറയുന്നത്, അറിയാലോ. അപ്പോൾ അതിന് നമ്മൾ മറ്റേ ഇതിൽ ബോയൻസി എന്ന് പറയുമ്പോൾ ചിയർഫുൾനെസ് എന്ന നൗൺ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, ഹോപ്പ് ഉണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചുള്ള ബോയന്റ് എന്നതാണ് അതിൻ്റെ അഡ്ജക്റ്റീവ്. ബോയന്റ് കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയാണ്, പുതിയൊന്നുമല്ല. അടുത്ത ബ്ലിപ്പ്. ബ്ലിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സാമിന് വന്നിട്ടുള്ള കാര്യമാണ്. ബ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മൈനർ പ്രോബ്ലം, ചെറിയൊരു പ്രശ്നം. എടാ ദർ ഇസ് എ ബ്ലിപ്പ്, ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താ പ്രശ്നം, അല്ലെ, ദർ ഇസ് എ മൈനർ പ്രോബ്ലം, ദർ ഇസ് എ മൈനർ ഡിലേ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് പീപ്പിൾ. അങ്ങനെ വിളിച്ചു പറയില്ലേ, ഡിയർ ഹലോ എവ്രി വൺ, ദർ ഇസ് എ ബ്ലിപ്പ്, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ഒക്കെ പറഞ്ഞ സാധനമില്ലേ, അതാണ് ബ്ലിപ്പ്. ഓർത്ത് വെച്ചാൽ ബ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം കേട്ടോ. മൊയ്തീനെ ആ ചെറിയ സ്പാൻഡറിങ് എടുത്ത ഒരു ചെറിയ ബ്ലിപ്പ് ഉണ്ട്, അതാണ് കേട്ടോ ബ്ലിപ്പ്. ഓർത്ത് വെച്ചോളാം. ആ ബ്ലിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുക, ഇറേസ് ചെയ്യുക. പ്രശ്നത്തിന് നമ്മൾ റിമൂവ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിനെ ബ്ലിപ്പ് ചെയ്യുക എന്ന് പറയും. റിമൂവ് ചെയ്യുക, ഒബ്ലിട്രേറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. റിമൂവ്, ഇറേസ്, ഒബ്ലിട്രേറ്റ് എന്നൊക്കെ ബ്ലിപ്പ് ചെയ്യുക എന്ന വേർബിൻ്റെ അർത്ഥമുണ്ട്. അടുത്ത ഫോൾട്ടർ ആണ്. ഫോൾട്ടർ എന്ന് പറയുന്നത് നൗൺ ഉണ്ട്, സോറി നൗൺ ഇല്ല, വെർബ്. നൗൺ അല്ല റിന്റു, വെർബ് അല്ലേ. നമ്മൾ എന്താ എഴുതി വെച്ചപ്പോൾ തെറ്റിപ്പോയത്, എന്താ പറ്റേ, ശരിയാക്കി തരാം. അപ്പം ശരിയാക്കി തരാം മൊയ്തീൻ. ഫോൾട്ടർ ചെയ്യുക എന്നുള്ളത് വേർബാണ് കേട്ടോ. ഹെസിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിലേ ചെയ്യുക, ഫ്ലക്ച്വേറ്റ് ചെയ്യുക, ഓസിലേറ്റ് ചെയ്യുക, വേവർ ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ ഫോൾട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം, വേർബാണ്. പിന്നെ ഉള്ളത് കൺസ്ട്രക്ട് ചെയ്യുക. ഒരു കാര്യത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ. നമ്മളതിനെ കംപ്രസ് ചെയ്യും, നമ്മളതിനെ കൺട്രാക്ട് ചെയ്യും, നമ്മളതിനെ ടൈറ്റൻ ചെയ്യും, നമ്മളതിനെ സ്ട്രാങ്കിൾ ചെയ്യും, അതിനെ ഞെരുക്കും. അതിനാണ് കൺസ്ട്രക്ട് ചെയ്യുക. എന്തൊരു കാര്യം നമ്മൾ കൺസ്ട്രക്ട്, ഇപ്പോൾ GSTനൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുക എന്ന് പറയും. അതായത് ഞെരുക്കാണ്, അതിനെ കംപ്രസ് ചെയ്യുകയാണ്. വേണ്ടടുത്ത് ഉപയോഗിക്കാതെ അനാവശ്യമുള്ളടുത്ത് ഭയങ്കര അനാവശ്യമായിട്ട് വേണ്ടടുത്ത കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളൊരു പരാതി ഉണ്ട് GST പറ്റി. 6 വർഷമായിട്ടും GSTക്ക് മാറ്റമൊന്നും ഇല്ല എന്നൊക്കെ രീതിയിലോട്ട് വരുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം. പിന്നെ ഉള്ളത് ട്രാൻസിറ്ററി ആണ്, പഠിച്ച് വാക്യമാണ്. ട്രാൻസിറ്ററി എന്ന് പറഞ്ഞാൽ ടെമ്പററി, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ നടക്കുന്ന, അല്ലേ, എത്ര കാലം ഉണ്ടോ നമുക്ക് അറിയത്തില്ല, നൈമിഷികമാണെന്നൊക്കെ പറയും. ട്രാൻസിയന്റ്, ബ്രീഫ്, എഫിമറൽ, അതിനാണ് ട്രാൻസിറ്ററി എന്ന വാക്ക്. കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് സെന്റൻസിലോട്ട് പോകാം. അപ്പം എവിടെ വന്നിരെത്തി, യെസ്, എന്തിനാണ് കല്യാണമൊക്കെ കഴിക്കുന്നത് വെറുതെ എന്നുള്ളത് അടിപൊളി അനുഭവം. CID മൂസ അല്ലെ, ക്യാപ്റ്റൻ രാജു, പിന്നല്ല, അല്ലേ, ഇതിവിടെ തന്നെ വെക്കും, ഞാൻ കഴിവ് വെക്കും എന്ന് പറയുന്നത്, അത് തന്നെ. മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ വീട്ടുകാരൊക്കെ, ഞാൻ ഇത് തന്നെയാണ്, ഞാൻ എങ്ങനെയാണോ പഠിച്ചോളൂ അത് തന്നെയാണ് ഞാൻ റിയൽ ആണ്. ഇതേപോലെ വീട്ടുകാരുടെ അടുത്ത്, വീട്ടുകാർ നോസ്, ഐ ഹാവ് നോ പ്രഷർ. അതാണ് വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം. വീട്ടുകാർക്ക് എന്തായാലും, വീട്ടുകാർ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്, ഞാനാണ് വീട്ടുകാർ മാറ്റിയെടുത്തത്, അത് വേറെ ആരും. അതുകൊണ്ട് തന്നെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, അപ്പോൾ സമാധാനത്തോടെ ജീവിക്കാം. Ostensibly, many of us will take a 40 wink once the class is over. പിന്നല്ല, I'm in a buoyancy mood. I'm in a buoyant mood. അനുശ്രീ അവിടെ adjective കൊടുക്കുക. I'm in a buoyant mood. I'm a cheerful mood. I'm in a buoyant mood കേട്ടോ. Crackdown of people is necessary for the politicians to promote their interests. Of course, yes. Traveling makes your mind buoyancy അല്ല, buoyant കേട്ടോ. Makes your mind buoyant, cheerful, happy. അവിടെ ഓപ്പണൈസ് നമ്മൾ കൊടുക്കുന്ന adjective ആണ്. എൻ്റെ മൈൻഡിനെ ഹാപ്പി ആക്കുന്നത് ട്രാവലിംഗ് ആണെന്ന് കൊടുക്കുമ്പോൾ ട്രാവലിംഗ് മേക്സ് യുവർ മൈൻഡ് buoyant എന്ന് കൊടുക്കുക.
Classes postponed due to blip in network connection. Great. There's a blip in the train. We need a blip of waste management. All right. Minor problem. We need a blip. നമുക്ക് blip വേണമെന്നോ? We need to. അതാണോ ഉദ്ദേശിച്ചത്? We need to blip waste management. അതാണോ? We need a blip of waste management. We need a minor problem of. We need എന്ന് നമ്മൾ പറയില്ല, വേണമെന്ന് നമ്മൾ പറയില്ലല്ലോ, പ്രോബ്ലം വേണമെന്ന് പറയില്ലല്ലോ. There's a blip. We need to shake a leg. We are running out of time. Yes. സമയമുണ്ട്, വേഗം പോയേക്കാം. His underwhelming statements made me sad. That's great. എൻ്റെ വീട്ടുകാരെ കാണിക്കാനാണ് പറയുന്നത് കാര്യം പറഞ്ഞു, മാരേജ് കോൺസെപ്റ്റ്. അങ്ങനെ അമലയുടെ വീട്ടുകാരെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവസാനം വീട്ടുകാർ എനിക്കെതിരെ കേസ് കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു. അടിപൊളി. ലെറ്റ്സ് മൂവ് അല്ലേ, മൂവ് ചെയ്യാം അടുത്തിട്ടോ. ആൻഡ് ദ ഫൈനൽ സെറ്റ് പഠിച്ചോ ബോഡിയ. ബോഡിയ എന്ന് പറഞ്ഞാൽ ഓഗർ ചെയ്യുക, പ്രസാജ് ചെയ്യുക, പോർട്ടൻ്റ് ചെയ്യുക, പ്രോഫസി ചെയ്യുക, ഫോർട്ടിൽ ചെയ്യുക. പ്രോഫസി ഞാൻ എടുത്ത് പറയും, കാരണം എന്താ വെച്ചാൽ SY വരുമ്പോൾ വേർബാണ്, CY വന്നത് ഡൗണായി. പ്രോഫസി അല്ലേ, നമ്മുടെ പ്രോഫസി, അത് അദ്ദേഹത്തിൻ്റെ പ്രവചനമായിരുന്നു എന്നൊക്കെ പോലെ പ്രോഫസി ആയിരുന്നു പറയും. പ്രവചനം, പ്രവചിക്കുകയാണ് പ്രോഫസി. SY. പ്രവചനം ഈസ് PROPHECY. ഫോർട്ടലി, അതൊക്കെയാണ് ബോഡി എന്നുള്ള വേർബിൻ്റെ അർത്ഥം. അടുത്തത് എക്സ്പെഡീഷ്യസ്ലി. LY വാക്ക് വന്നപ്പോൾ തന്നെ അറിയാലോ അതെന്താണ്, അഡ്വേർബ് ആണ്. എക്സ്പെഡീഷ്യസ് ക്വിക്ക് ആണ്, എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ക്വിക്ക്ലി, എഫിഷ്യൻ്റ്ലി, സ്പീഡിലി, അങ്ങനെ കൊണ്ട് കുറേ ഉണ്ട്. ഞാൻ പിന്നെ അതിൽ ഇത്ര ഫാസ്റ്റ്, അതാണ് എക്സ്പെഡീഷ്യസ്. എക്സ്പെഡീഷ്യസ്ലിയും എക്സ്പെഡീഷ്യസും ഫാസ്റ്റ് തന്നെയാണ്, സെയിംസ് ആണ്. അപ്പോൾ പെട്ടെന്നുള്ളത് എന്നാണ് അർത്ഥം. ഓക്കെ. എവറിത്തിങ് ഇസ് ട്രാൻസിറ്ററി തിങ് ഇൻ അവർ ലൈഫ്. ദാറ്റ്സ് ഗ്രേറ്റ്. മൈ മേജർ പ്രോബ്ലംസ് ആർ ബ്ലിപ്പ് ടു ദം. അത് കൊള്ളാം, എനിക്കത് മനസ്സിലാവും. നമ്മുടെ പ്രശ്നം നമുക്കല്ലേ മനസ്സിലാവുള്ളൂ, മറ്റുള്ളവർക്കൊക്കെ അത് വളരെ സിമ്പിൾ കാര്യമാണ്. എനിക്ക് അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് അല്ലേ. ഓപ്പണൈസ്. I agree with you, okay? We need to find out buoyancy in every point of life. Yes, a small talk with the right person can blip all our problems and make us buoyant. That's great, Anjana. Pinnalla. Ada right person odu samsarikkanennu matram. Yes, ക്ലിയർ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു അല്ലേ. നമുക്കപ്പോൾ ഉഷാർ തന്നെയാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിളോട്ട് വന്ന് നേരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സമയം കളയുന്നില്ല. ആർട്ടിക്കിളോട്ട് ഓവർ ടു ദി ആർട്ടിക്കിൾ പീപ്പിൾ. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇട്ടോളൂ. ദീസ് ആർ ദ വേർഡ്സ്. ഇതാണ് വേർഡ്സ് ഇട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ഇടാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ഇട്ടേ പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. ഓവർ ടു ദി ആർട്ടിക്കിൾ. ഓക്കെ. അപ്പോൾ തോട്ട് ഇൻ ട്വിറ്റർ. ട്വിറ്ററിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നു. എന്താണ് കാര്യം നമുക്ക് നോക്കാം കേട്ടോ. അതാണ് ലൈഫ് ഈസ് ട്രാൻസിയൻറ്റ്. ഓക്കെ. ഹൗ ക്യാൻ എ പേഴ്സൺ ബോട്ട് സംവൺസ് ലൈഫ്? How can പറയാം കറക്റ്റ് ആണ്. ഹൗ ക്യാൻ എ പേഴ്സൺ ഫോർട്ടൽ സംവൺസ് ലൈഫ്? ലൈഫ് എക്സ്പെക്റ്റൻസിയോ ലൈഫോ കറക്റ്റ് പറയാം, അത് തെറ്റൊന്നുമില്ല. We have to construct the problem in our life classroom. That's great. She finished her work expeditious to go for a movie. Great. Yes. Usharalla, we want to blip the issue of adan blip the issue of waste management. That's correct. Moving on. Thwarting Twitter. Noka. Ruling in favor of blocking should not be the last word on social media law. Social media ലോയിനെ അവൻ്റെ മേലിൽ എപ്പോഴുള്ള ലാസ്റ്റ് വേർഡ് ആയിട്ട് ഒരിക്കലും ബ്ലോക്കിംഗ് ആവരുത് അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുള്ള പരിപാടി അത് ഉള്ളതാണ് നമ്മുടെ നാട്ടിലല്ലേ. അപ്പോൾ ബ്ലോക്കിങ്ങിന് വേണ്ടിയിട്ട് ഫേവറബിൾ ആക്കിക്കൊണ്ട് വരുന്ന ഒരു കാര്യമാണുണ്ടല്ലോ, അതിന് അതാവരുതാ പോലീസ് എന്ന് പറയില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം അത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ. It is unfortunate that the petition by Twitter ഒരു petition കൊടുത്തു, Twitter Inc. ഒരു petition കൊടുത്തു challenging the validity of the spate of blocking orders passed by the union government was rejected by the Karnataka High Court. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ട്വിറ്റർ ഒരു പെറ്റീഷൻ കൊടുത്തു, എന്ത് ചാലഞ്ച് ചെയ്താൽ എന്താ, വാലിഡിറ്റി ഓഫ് ദ സ്പേറ്റ് ഓഫ് ബ്ലോക്കിംഗ് ഓർഡേഴ്സ്. ഒരുപാട് സീരീസ് ഓഫ് ബ്ലോക്കിംഗ് ഓർഡേഴ്സ് വന്നു നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ട്വിറ്ററിന്, ഇതൊക്കെ ബ്ലോക്ക് ചെയ്യണം അതൊക്കെ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള ബ്ലോക്കിംഗ് ഓർഡേഴ്സ് വന്നു, ഇന്ന കണ്ടന്റ് ഒക്കെ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ, ട്വീറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നാണ്. അത് കർണാടക ഗവൺമെന്റ് എന്ത് ചെയ്തു, reject ചെയ്തു, was rejected by the Karnataka High Court. ഏത് ആ പെറ്റിഷൻ കേട്ടോ, ആ പെറ്റിഷൻ കർണാടക ഹൈക്കോർട്ട് എന്ത് ചെയ്തു. While success in litigation involving the government's power to restrict speech and expression on grounds permitted in Article 19(2). അപ്പോൾ ആർട്ടിക്കിൾ 19(2) ആർട്ടിക്കിൾ രണ്ടാമത്തെ ഭാഗത്തിൽ ഷെഡ്യൂളിൽ വരുന്ന ഇതാണ് എന്ത് പറഞ്ഞു കൊടുത്തേക്കുന്നത്, നമുക്ക് പവർ ടു റെസ്ട്രിക്ട് സ്പീച്ച് എന്ത് ചെയ്യാം, റെസ്ട്രിക്റ്റ് ചെയ്യും. ഗവൺമെന്റിന്റെ പവർ ഉണ്ട് സ്പീച്ചിനെയും എക്സ്പ്രഷൻസിനെയും ഇത് ചെയ്യാം ഓൺ ഗ്രൗണ്ട്സ് പെർമിറ്റഡ്. ചില ഗ്രൗണ്ടുകളുണ്ട്, ചില ബേസിസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തൊക്കെ ബേസിസ് ആണെന്ന് ആർട്ടിക്കിൾ 19(2) പറയുന്നുണ്ട്.
of the constitution was always expected to be difficult. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ട് അത് ഏതാന്നുള്ളത് കാര്യം. കാരണം വെച്ചാൽ എവിടെയൊക്കെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പറയുന്നത് ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. It is disconcerting, അതായത് it is so disturbing that the court refused to countenance. അപ്പോൾ കോർട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർട്ട് ചെയ്തത്? സപ്പോർട്ട് all the arguments based on the absence of notice to users and the apparent lack of proportionality involved the large scale suspension of accounts and posts എന്നുള്ള കാര്യം. അപ്പോൾ എന്താ വെച്ചാൽ കോർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല, റിഫ്യൂസ് ചെയ്തു കോർട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. എന്താ, കുറേ ആർഗ്യുമെന്റ്സ് നമ്മൾ മുന്നോട്ട് വെച്ചായിരുന്നു. കാരണം നോട്ടീസ് ഇല്ല, യൂസേഴ്സിന് ഇതിലുള്ള നോട്ടീസ് ഇല്ല, അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി ഇല്ല അക്കൗണ്ട്സിന് പോസ്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പം ദാറ്റ് കണ്ടെയ്ൻ പൊളിറ്റിക്കൽ കണ്ടന്റ് ഉണ്ടെന്നുള്ള യൂസേഴ്സിൻ്റെ എന്തില്ല, ആബ്സെൻസ് ഓഫ് നോട്ടീസ് ഓഫ് ടു ദി യൂസേഴ്സിന് നോട്ടീസ് അയച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രൊപ്പോർഷണാലിറ്റി കറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്ര ലാർജ് സ്കെയിൽ ആയിട്ടുള്ള അക്കൗണ്ടുകളെ സസ്പെൻഡ് ചെയ്ത് കളയുന്നതും പോസ്റ്റുകളെ സസ്പെൻഡ് ചെയ്യുന്നതും എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് ഇവിടെ ട്വിറ്റർ പറയുന്നത്. എസ്പെഷ്യലി ഡിസെൻഡിങ് വ്യൂസ് അഗൈൻസ്റ്റ് ഗവൺമെന്റ്സ് ഫാം ലോസ്. അവിടെ പ്രശ്നം വന്നേക്കുന്നത് എന്നാന്ന് അറിയാമോ? നമ്മുടെ ഡിസപ്രൂവിംഗ് ആയിട്ടുള്ള വ്യൂസ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക്, ഒരുപാട് പേർക്ക്. അത് ഗവൺമെന്റിന്റെ എതിരെ തന്നെയാണ്. പക്ഷെ എന്തിനെ പറ്റിയാണ്? ഫാം ലോസ്. ഓർമ്മയുണ്ടല്ലോ, ഫാം ലോസിന് എതിരെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിയപ്പോൾ ഗവൺമെന്റ് കാണിച്ച് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അംഗീകരിച്ച് കൂടെ വന്നായിരുന്നു. അതായത് നമ്മുടെ ഫാമേഴ്സിന് കൂടെ നിന്നായിരുന്നു. ആൻഡ് ദ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ഇസ് സ്പാർക്ക്ഡ്. അപ്പോൾ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സ്പാർക്ക് ചെയ്ത് വന്നില്ലേ? അപ്പോൾ അതിനൊക്കെ കാര്യങ്ങളെ പറ്റി റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് there was some expectation that judicial review will temper the authorities. അപ്പം നമുക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ഒരു കാര്യം ചെയ്യാം, ചിലപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ വന്നാൽ ഈ അതോറിറ്റീസിന് ഒരു മാറ്റം വരുമായിരിക്കും. അതോറിറ്റീസിൻ്റെ ഒരു സീൽ, ഇന്തൂസിയാസത്തിന്, അല്ലേ? സീൽ എന്ന് പറഞ്ഞാൽ ഇന്തൂസിയാസമാണ്, ഞാനത് അറിയാവുന്ന വിചാരിച്ച് എഴുതാത്ത. എന്തൂസിയാസം എന്നാണ് സീലിനർത്ഥം. to go in for account level blocking rather than ordering the removal of specific tweets. ഇന്ന സ്പെസിഫിക് ട്വീറ്റ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തല്ല എനിക്ക് റിമൂവ് ചെയ്ത് കളയുന്നതിന് പകരം അക്കൗണ്ട് ലെവൽ ബ്ലോക്കിംഗ് കൊണ്ടുപോകാം എന്നുള്ളൊരു അതോറിറ്റിയുടെ ഒരു ട്വീറ്റിലോട്ട്, ആ ഒരു ഒരു മാറ്റത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ട്വീറ്റുകൾ, സ്പെസിഫിക് ട്വീറ്റ്സോ അല്ലെങ്കിൽ ലിങ്ക്സോ അല്ലെങ്കിൽ URLസോ മാത്രം കൊടുക്കാതെ അവരെന്താണ് കൂടുതലായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ അക്കൗണ്ടേ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കാം എന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഇറ്റ് ഡീംഡ് ഇൻജൂറിയസ്, ഇറ്റ് ഇസ്, ഇല്ലേ, അത് ഭയങ്കര, അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഇൻജൂറിയസ് ആണ് എന്ന രീതിയിലാണ് ഓദർ പറയുന്നത്. ഇറ്റ് കൺസിഡേർഡ്, അല്ലെ, ഇറ്റ് കൺസിഡേർഡ്, ഡീം ചെയ്യുക, കൺസിഡർ ചെയ്യുക, ഇൻജൂറിയസ് ടു പബ്ലിക് ഓർഡർ ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ട്വീറ്റുകളൊക്കെ പബ്ലിക് ഓർഡറിന് നശിപ്പിക്കുന്നുവെന്നും അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിക്കൊക്കെ എന്താ പറയുക ഒരു എതിരാണ്, ഇൻജൂറിയസ് ആണ്, ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ എന്തായാലും കളയുന്നു എന്നതാണ് നമ്മുടെ വാദം. ഏത്, നമ്മുടെ കോർട്ടിന്റെ വാദം. What is quite disappointing is that court both ruled that, രണ്ട് കോർട്ടും എന്താ ചെയ്തേ, ട്വിറ്റർ cannot espouse cause of its users. എന്ത് ചെയ്യാൻ പറ്റില്ല? ട്വിറ്ററിന് ഒരു കാരണവശാലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, യൂസേഴ്സിന്റെ കോസിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നും, who has voiced no grievance and discouraged an intervener from among those who suffered account level suspension. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പം അക്കൗണ്ട് ലെവൽ സസ്പെൻഷൻ നടന്ന യൂസർ ഉണ്ടല്ലോ, ആ യൂസറിന് വേറൊരു ഇന്റർവ്യൂനറിനെ വിളിക്കാനും പറ്റില്ല, അല്ലേ? അങ്ങനെ അതിനെ ഡിസ്കറേജ് ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ഗ്രീവൻസും അവർക്ക് വോയിസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ട്വിറ്ററിന് ഒരിക്കലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഗ്രീവൻസ് ചോദിച്ചുകൊണ്ട് വരാനും പറ്റില്ല അവർ. അതുപോലെ തന്നെ അക്കൗണ്ട് ലെവൽ സസ്പെൻഷൻ നടന്ന രീതിയിലോ അങ്ങനെ ഒരു വല്ലാത്തൊരു ലെവലിലാണ് ഇപ്പോൾ ഇത് പോയേക്കുന്നത്. നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തവർക്ക് എന്തുകൊണ്ടെന്ന് ചോദിക്കാനോ ഗ്രീവൻസ് ചോദിക്കാനോ ഒന്നും പറ്റില്ലാത്ത ഒരവസ്ഥയിലാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ട്വിറ്ററിന് പാടില്ല എന്നുള്ള രീതിയിലാണ് കോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയേക്കുന്നു എന്ന് സാരം. It ruled that a foreign entity such as Twitter could not invoke the constitutional guarantee of free speech and expression on behalf of users. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, അങ്ങനെ ട്വിറ്റർ കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ട്വിറ്റർ എന്ന് പറയുന്ന ഒരു ഫോറിൻ എൻറ്റിറ്റിയാണ്. ഞങ്ങളുടെ ഇന്ത്യയിൽ കയറി നിങ്ങൾ കളിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി ഓഫ് ഫ്രീ സ്പീച്ചിന് എക്സ്പ്രഷൻ കാര്യത്തെ പറ്റി, അതിൽ നിങ്ങൾ യൂസേഴ്സിൻ്റെ കാര്യത്തെ പറ്റി നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് കോർട്ട് രണ്ടും പറയുന്നത്. അതായത് നിങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ ഇതിനെ സൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി ഓഫ് ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ പറ്റി നിങ്ങൾ സൈറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം നിങ്ങൾക്കത് അറിയില്ല മിസ്റ്റർ, നിങ്ങൾ ഫോറിൻ എൻറ്റിറ്റിയാണ്, ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നുള്ളത് കൃത്യമായിട്ട് എടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ അൾട്ടിമേറ്റ് റിബഫ് ഓഫ് ടു ദി പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിനെ പക്ക അങ്ങ് റിജക്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. റിജക്ഷനാണ്, പക്ക റിജക്ഷനാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ട്വിറ്ററിന് നടന്നേക്കണേ. The platform, the court imposed costs of 50 lakh for indulging in much delayed speculative litigation despite not complying with the blocking orders for a long period and then doing so. അപ്പം ഇവിടെ
കോർട്ട് ഇമ്പോസ് ചെയ്ത് എത്ര രൂപയാണെന്നറിയോ? ട്വിറ്ററിനോട് 50 ലക്ഷം. കാരണം എന്താ പറയുക, ഇത്ര നാള് നിങ്ങളിങ്ങനെ ഒരുപാട് നാള് ഡിലേ ചെയ്ത് വെച്ചില്ലേ, ഞങ്ങൾ എത്ര കാലം നിങ്ങളോട് അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറയണു, എന്നിട്ട് നിങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെക്കുലേറ്റീവായി ലിറ്റിഗേഷൻ വന്ന് കുറേ നാളത്തേക്ക് അതിനെ മാറ്റി വെച്ച് ഡിലേ ചെയ്യിപ്പിച്ചത് കൊണ്ടും യു ആർ നോട്ട് കംപ്ലൈങ് വിത്ത് ദ ബ്ലോക്കിംഗ് ഓർഡേഴ്സ്, ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായിട്ട് പാലിച്ചു പോകാത്തത്, കുറേ നാളായിട്ട് പാലിച്ചു പോകാത്തത് കൊണ്ടും പിഴയായിട്ട് കൊടുത്തിട്ടുണ്ട് 50 ലക്ഷം രൂപ. ഓക്കെ, അതാണ് ഇപ്പോൾ ട്വിറ്ററിനുള്ള നഷ്ടപരിഹാരം, അല്ലെങ്കിൽ നഷ്ടപരിഹാരമല്ല, ടാക്സോ എന്താ പറയുക, പണിഷ്മെൻറ്റ്. ഓക്കെ, അത് ഓൺലി എൻ്റെ പ്രൊട്ടസ്റ്റ് അതാണ് കേട്ടോ. പ്രൊട്ടസ്റ്റിൻ്റെ ഇത് വന്നപ്പോൾ മാത്രമുള്ള അവർ ഇതാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ദർ ഇസ് ലിറ്റിൽ ഡൗട്ട് ദാറ്റ് സച്ച് മീഡിയ കണ്ടന്റ് ക്യാൻ ഡീജനറേറ്റ് ഇൻ ടു ഇൻസൈറ്റ്മെൻറ്റ്, hate speech and hostile propaganda against the state or its instrumentalities. സ്റ്റേറ്റിനെതിരെ ഒരു ഹോസ്റ്റൽ പ്രൊപ്പഗാണ്ടയോ അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പീച്ചോ അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ്മെൻറ്റോ എതിരെ ഈ പറയുന്ന ഇതിനെ ഡീജനറേറ്റ് ചെയ്യാൻ മീഡിയ കണ്ടന്റ് പറ്റും എന്നുള്ളത് നോ ഡൗട്ട്, ദർ ഇസ് നോ ഡൗട്ട്, ഒരു ഡൗട്ടും ഇല്ല ദാറ്റ് സോഷ്യൽ മീഡിയ കണ്ടന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഡീജനറേറ്റ് ചെയ്യാൻ പറ്റും ഇൻസൈറ്റ്മെന്റിലോട്ടോ ഹെയ്റ്റ് സ്പീച്ചിലോട്ടോ ഹോസ്റ്റൽ പ്രൊപ്പഗാണ്ട. ശരിയാണ്, സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെയൊക്കെ കൊണ്ട് ഹെയ്റ്റ് സ്പീച്ചിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും സ്റ്റേറ്റിനെതിരെ. Law exists in most countries in order intermediaries such as social media platforms and internet service providers to remove any offending content. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും നിയമങ്ങളുമുണ്ട് എന്ത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലുള്ള അനാവശ്യമായ കാര്യങ്ങളും ഒക്കെ ഒഫൻഡിങ് കണ്ടന്റ് വരികയാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ആണെങ്കിലും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനും അത് റിമൂവ് ചെയ്യണം എന്നുള്ള ലോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഫൻഡിങ് കണ്ടന്റ് എന്ന് കൊടുത്താലും അത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഈ പരിപാടി. But it is common principle that established democracy should frame policies and regulations rooted in fairness and natural justice. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പക്ഷെ ഇവിടെ ഭയങ്കര കോമൺ ആയ ഒരു പ്രിൻസിപ്പിളാണ്, ഏതൊക്കെ എസ്റ്റാബ്ലിഷ് ഡെമോക്രസി ആണെങ്കിലും അവരെന്ത് ചെയ്യണം, പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ അവിടെ ന്യായം എന്നൊരു കാര്യമുണ്ട്, ഫെയർനെസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ് ഡെമോക്രസിയിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, എത്രയൊക്കെ നമ്മൾ സംഭവിച്ചാലും എല്ലാ രാജ്യത്തും ഇങ്ങനത്തെ ലോസ് ഉണ്ടെങ്കിൽ പോലും എസ്റ്റാബ്ലിഷ്ഡ് ആയ ഡെമോക്രസീസിൽ, ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രം നമുക്ക് നിർബന്ധ ബുദ്ധിയോട് കൊണ്ടുപോകാതെ നാച്ചുറൽ ജസ്റ്റിസ് ഫെയർനെസ്സും പാലിക്കണം. അല്ലാതെ ദേ കനോട്ട് ഇമ്പോസ് അൺഡ്യൂ കർബ്സ്, എക്സ്ട്രീം കർബ്സ് ഒരു കാരണവശാലും എവിടെയും കൊടുക്കാൻ പറ്റില്ല. അതിപ്പോൾ എത്ര വലിയ ഗവൺമെൻറ് ആണെങ്കിൽ പോലും, അല്ലെ, ലോസ് ആണെങ്കിൽ പോലും. കാര്യം അത് നമുക്ക് ഒരു കാരണവശാൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനും എക്സ്പ്രഷനും എതിരെ അൺഡ്യൂ ആയിട്ടുള്ള കേർബുകൾ, എക്സ്ട്രീം കേർബ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് എന്തൊക്കെ ആർട്ടിക്കിൾസിലുണ്ട് പോലും. അപ്പോൾ സെക്ഷൻ 69A ഓഫ് ദ IT ആക്ട്, അപ്പോൾ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സെക്ഷൻ 69A ഓഫ് ദ IT ആക്ടിന്റെ സെക്ഷൻ 69A പറയുന്നതനുസരിച്ച് വിച്ച് സെറ്റ്സ് ഔട്ട് ദ പവർ ടു ഇഷ്യൂ ബ്ലോക്കിംഗ് ഓർഡേഴ്സ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് ബ്ലോക്കിംഗ് ഓർഡർ ചെയ്യാനുള്ള പവർ, ഓർഡേഴ്സ് കൊടുക്കാനുള്ള പവർ ഉണ്ട്, അല്ലെ, വാസ് upheld by the സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് അത് അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ശ്രേയ ശിങ്കൽ 2015 ആ ഒരു കേസിന്റെ ഭാഗത്ത്, മെയിൻലി ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് കെയിം വിത്ത് അഡ്വക്കേറ്റ് പ്രൊസീജിയറൽ സേഫ് ഗാർഡ്സ്. അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള പ്രൊസീജിയറൽ സേഫ് ഗാർഡ്സ് ഒക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ബ്ലോക്കിംഗ് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. Twitter argued that lack of notice to the originators of content, നോട്ടീസ് അയച്ചിട്ടില്ല, അതാണ് ട്വിറ്റർ പറയുന്നത്. ലാക്ക് ഓഫ് നോട്ടീസ് ഒറിജിനേറ്റർ, ഈ കണ്ടന്റിന് ഒറിജിനേറ്റ് ചെയ്ത എവിടെ നിന്നാണോ ഉറവിടം അവർക്ക് ഒരിക്കലും നോട്ടീസ് അയച്ചിട്ടില്ല, അത് വലിയൊരു പ്രശ്നമാണെന്നും. ആൻഡ് ദ അക്കൗണ്ട് യൂസേഴ്സ് വാസ് ഇൻ ബ്രീച്ച് ഓഫ് ദ വേർഡിക്റ്റ്. അതുപോലെ തന്നെ അക്കൗണ്ട് യൂസേഴ്സ് വാസ് ഇൻ ബ്രീച്ച് ഓഫ് ദ വേർഡിക്റ്റ്, ആ വേർഡിക്റ്റിനെ എന്ത് ചെയ്തു, അക്കൗണ്ട് യൂസേഴ്സ് ബ്രീച്ച് ചെയ്തു, അല്ലേ, അതുകൊണ്ട് നടക്കുന്നുള്ളൂ. The court has ruled that issuing notice to users was not mandatory. അത് ആവശ്യമൊന്നുമില്ല, അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, നോട്ട് മാൻഡേറ്ററി എന്നാണ് കോർട്ട് പറയുന്നത്. എസ്പെഷ്യലി വെൻ ദേ മേ നോട്ട് ബി ഐഡന്റിഫയബിൾ. ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ കണ്ടന്റ് ഒറിജിനേറ്റ് ചെയ്ത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെ നോട്ടീസ് അയക്കും? അത് കമ്പൽസറി അല്ല, മാൻഡേറ്ററി അല്ല എന്നാണ് കോർട്ട് പറയുന്നത്. Conclusions such as this and the wide berth given to authorities to opt for account level blocking may require reconsideration. ഇവിടെ പറയുന്നത് വെച്ചാൽ ഇങ്ങനൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതോറിറ്റീസിന് ഭയങ്കര വൈഡ് ബർത്ത് കൊടുക്കണം, ഒരുപാട് അങ്ങ് ഇത് കൊടുക്കുക, അതോറിറ്റീസ് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. അത് ഒന്ന് റീകൺസിഡർ ചെയ്യണം. കാരണം ഒരു അക്കൗണ്ട് ലെവൽ ബ്ലോക്കിംഗ് വളരെ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് ഒന്നുകൂടി റീകൺസിഡർ ചെയ്യേണ്ടതല്ലേ എന്ന് ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. A definitive verdict from the Supreme Court may be needed to clarify both the rights and obligations of large media companies in regulation to user-generated content. അപ്പോൾ യൂസർ ജനറേറ്റഡ് കണ്ടന്റിനോട് ചേർന്ന് നിന്ന് ലാർജ് മീഡിയ കമ്പനീസ് എങ്ങനെയാണ് അവരുടെ ഒബ്ലിഗേഷൻസ് ആൻഡ് റൈറ്റ്സിനെ പാലിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളത് ഒന്ന്
ക്ലാരിറ്റി വരുത്താൻ സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടേ പറ്റൂ. സുപ്രീം കോടതി ഒരു ആവശ്യം, സുപ്രീം കോടതിയുടെ വേർഡിക്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. അപ്പോൾ ഇവിടെ ഒരു ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യം വീണ്ടും വരുന്നുണ്ട് എന്നെടുത്ത് പറഞ്ഞുകൊണ്ടൊരു അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഞാൻ GST എടുത്ത് പറയാതെ ഇതെടുത്ത് പറയാനുള്ള കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഹാം ചെയ്യപ്പെട്ടാലും അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ചെറിയ കാര്യമല്ല. നമ്മൾ വിചാരിക്കും പോവട്ടെ, ഇപ്പോഴല്ല, ഫസ്റ്റ് ടൈം അല്ല, അങ്ങനെയല്ല. നിന്ന് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിക്ടിമായി ഒരിക്കലും നിൽക്കാൻ പാടില്ല ഒരു കാര്യത്തിൽ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് കറക്റ്റ്, ഐ മീൻ ക്ലിയർ ടു യു. ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് ഒരു തംസപ്പ് ഇടാം. യു വോണ്ട് ടു ബ്ലിപ്പ് ദ ഇഷ്യൂ ഓഫ് ഫേസ് മാനേജ്മെന്റ്. മൈ ഫ്രണ്ട് ബ്ലിപ്പ് അല്ല കേട്ടോ, അതിൽ മൈ ഫ്രണ്ട് ബ്ലിപ്സ് അല്ലെങ്കിൽ ബ്ലിപ്ഡ് ദ മെസ്സേജ് ബിഫോർ ഐ കെയിം ടു സീ ദാറ്റ്. അപ്പോൾ ബ്ലിപ്ഡ് പാസ്റ്റ് ടെൻസ് കൊടുക്കാം. She faltered to say sorry to him. That's great. Don't constrict your emotions. That's great. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ അല്ലേ? ഇവിടെ തംസപ്പ് ഇട്ട പിള്ളേരെ മനസ്സിലാക്കി തംസപ്പ് ഇടൂ. നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. The NCP and its leaders have been accused by the BJP for promoting dynastic rule and corruption എന്നായിരുന്നു. കുറച്ച് പേര് ആൻസർ തന്നിട്ടുണ്ട്. ആൻസർ തരാത്തൊരു വേഗം ആൻസർ തരാമോ? The NCP and its leaders have been accused by the BJP for promoting dynastic rule and corruption. ആൻസറിലോട്ട് വരുമോ? എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. എന്താണെന്നറിയോ? അക്യൂസ് ചെയ്യുക എന്ന വേർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മൾ അക്യൂസ് ചെയ്യുമ്പം അക്യൂസ് ചെയ്യപ്പെടുവാണ് ബൈ സംബടി, ഏജൻ്റ് ആണ്. അക്യൂസ് സംബടി നോയറല്ല, അല്ലല്ല നോയറല്ല, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നോയറല്ല. അക്യൂസിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഫോർ കൊടുക്കരുത് കേട്ടോ. അക്യൂസ് സംബടി ഓഫ് സംതിങ്. അക്യൂസ് സംബടി ഓഫ് സംതിങ് ആണ്. BJP NCP ആൻഡ് ദ ലീഡേഴ്സ് ഹാവ് ബീൻ അക്യൂസ്ഡ്. അവർ അക്യൂസ് ചെയ്യപ്പെട്ടു ബൈ ദ BJP ഫോർ പ്രൊമോട്ടിംഗ് അല്ല, ഓഫ് പ്രൊമോട്ടിംഗ് ഡൈനാസ്റ്റിക് റൂൾ ആൻഡ് കറപ്ഷൻ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ്. ഇറ്റ്സിന് അപ്പസ്ട്രോഫി ഉടായടാ ഗുരുദാസെ. ഇറ്റ്സ് തന്നെയാണ്, അതിനൊരു അപ്പസ്ട്രോഫി ഇല്ല. മറ്റേ ഇറ്റ് ഇസ് എന്നുള്ളത് തന്നെയാണ് കൺട്രാക്റ്റഡ് ഫോമാണ് ഇറ്റ് ഇസ്, അതല്ല കേട്ടോ. ദെയർ ലീഡേഴ്സ് അല്ലല്ല. NCP എന്ന് പറയുന്ന ഒറ്റ ഇതല്ലേടാ, ഒറ്റ പാർട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ലീഡേഴ്സാണ് NCPയും അതിൻ്റെ ലീഡേഴ്സും. ദെയർ വരില്ല, ദെയർ തെറ്റാ കേട്ടോ. അപ്പോൾ നന്ദിഷ അപ്പസ്ട്രോഫി കൊടുക്കല്ലേ, അത് വേറെ മീനിങ്ങാണ്. ഇറ്റ് ഇസ്, ഇറ്റ് വാസ്, ഇറ്റ് ഹാസിൻ്റെ എന്താ മീനിങ്ങാണ്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർ ടാക്സ് പേയേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്, however, much remains to be due till the GST can be considered a good simple tax. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷൻ തരാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Adda247 കേരള സെൻട്രൽ എക്സാംസ് എന്ന 2 ടെലിഗ്രാം ചാനൽ നമുക്കുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടെലിഗ്രാം ചാനലോട്ടും ഡയറക്റ്റ് ആയിട്ട് കയറാം. അതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. കണ്ടുകൊണ്ടേയിരിക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനൽ കൊടുത്ത പോലെ തന്നെ നമ്മുടെ ഈ PDF, ഈ നോട്ടിൻ്റെ PDF എൻ്റെ ടെലിഗ്രാം ചാനലിൽ തരും. ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്നാണ് എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു. നമുക്കപ്പോൾ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം 7:15 എൻ്റെ ഷെഫിക് സാറിൻ്റെയും ക്ലാസ് ഉണ്ട്. CPOയ്ക്ക് വേണ്ടിയിട്ട്, CPO പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി കമ്പൈൻ സെഷൻ ഉണ്ട്. CA+ ഇംഗ്ലീഷ്, അതിൽ സ്പോർട്സ് ഉണ്ട്, ബയോളജി വരുന്നുണ്ട്, CA കംപ്ലീറ്റ് ഉണ്ട്, സെഷൻസ് ഉണ്ട്, ഇംഗ്ലീഷും കൂടെ. അപ്പോൾ നമുക്ക് ഫൈനലായിട്ടൊന്ന് എന്താ ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പോവാം CPOയുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, കോമൻറ്റ് സെക്ഷനിൽ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യുക. ഡൗട്ട്സോ സജഷൻസ് ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. 2 ചാനലുണ്ട്, Adda247 മലയാളം, അതുപോലെ ബാങ്കേഴ്സ് Adda247 മലയാളം. പൊസസീവ് ആടാ അത്, നോൺ ലിവിങ് അല്ലല്ലോ, അത് കമ്പനിയാണ്. പൊസസീവ് ഉണ്ട്, പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ പൊസസീവ് ആണ് കേട്ടോ. ഗുരുദാസെ പൊസിഷൻ ഉണ്ട്. നിനക്ക് എവിടെയാ ഡൗട്ട് പറ്റിയെന്നുള്ളത് നീ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചോ, നമുക്കത് ക്ലാരിഫൈ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു എവറി വൺ. ഹാവ് എ വണ്ടർഫുൾ ഡേ. കാണാം. സേഫായിട്ടിരിക്കുക, മറക്കണ്ട, മഴയ്ക്കാണ്, സേഫായിട്ടിരിക്കുക. അതുപോലെ നമ്മുടെ വൈകിട്ട് 7:15 കാണുന്നവരെ മറക്കണ്ട. അപ്പോൾ അൺടിൽ ദെൻ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ആൻഡ് കം ബാക്ക്.